Alhamdulillah. Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin wa ala alihi wa sahbihi ajma'in. Rabbi zidni ilman nafi'an wa amalan mutaqabbala rizqan halalan tayyiba quluban khashi'a. Amma ba'd. Assalamu alaikum wa rahmatullahi wa barakatuhu. My beloved sisters. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പെർഫെക്ഷൻ എന്ന ടോപ്പിക്സിനെ കുറിച്ചാണ്. നമ്മളിൽ പലരും നമ്മുടെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന, അതായത് നമ്മുടെ എല്ലാവിധ വിജയത്തിനും തടസ്സമായി നിൽക്കുന്ന ഏറ്റവും വലിയൊരു മാനസിക, എന്താ പറയാ, മനസ്സിന്റെ ഒരു അവസ്ഥയാണ് ഈ പെർഫെക്ഷനിസം എന്ന് അറിയുന്നത്, അല്ലെ? നമ്മളെല്ലാവരും തന്നെ പെർഫെക്ഷൻ ആകാൻ ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ്, അല്ലെ? Am I correct? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അല്ലെ? ആണെങ്കിൽ തംസപ്പ് വിട്ടോളൂ, അല്ലെ? നമ്മളൊക്കെ പെർഫെക്റ്റ് ആവണം, നമ്മൾ ആരെക്കൊണ്ടും ഒന്നും പറയിപ്പിക്കരുത്, എല്ലാരുടെ മുമ്പിൽ നല്ലവളാവണം, നല്ല പിള്ള ചമയണം, അല്ലെ? അങ്ങനെ വിചാരിച്ച് അങ്ങനെയൊക്കെ വീട്ടിൽ നിന്ന് നമുക്ക് കോച്ചിങ് തന്നിട്ടാണ് നമ്മൾ ഹസ്ബൻഡിന്റെ വീട്ടിലെത്തുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് സാഹസം സഹിച്ചും നമ്മളെല്ലാം ചെയ്യുന്നത് അതിനു വേണ്ടി, ആരും ഒന്നും പറയരുത്, അല്ലെ? ആ ഒരു അവസരം മുതലെടുത്തിട്ട് നമ്മൾ പലരുടെയും അടിമകളായി പോകാറ് വരെ ഉണ്ട്, അല്ലെ? നമ്മുടെ പ്രശ്നങ്ങൾ ആരോടും പറയില്ല. അവിടെയൊക്കെ പെർഫെക്ഷനിസം വിചാരിച്ച് ഈ ഗ്രൂപ്പിലുള്ള ഒരുപാട് സഹോദരിമാർക്ക് ഒരുപാട് എക്സാമ്പിൾസ് അവരുടെ ജീവിതത്തിൽ നിന്നും പറയാനുണ്ടാവും, അല്ലെ? ആക്ച്വലി നമ്മളിപ്പോ നോക്കേണ്ടത് എന്താ പെർഫെക്ഷനിസ്റ്റ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരു തെറ്റാണോ എന്നൊക്കെ ഉള്ളതാണ്, അല്ലെ? അപ്പം ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ, പെർഫെക്ഷൻ നല്ലതോ ചീത്തയോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നല്ലതാണോ ചീത്താണോ? നല്ലതാണോ? അഭിപ്രായക്കാര് ഒന്ന് ആൻസപ്പ് ചെയ്തോളൂ. ചീത്താണെന്നൊരിക്കത് ഇതും ചെയ്യാം. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ പെർഫെക്ഷന് ആവുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്, അല്ലെ? നമ്മളൊക്കെ വൃത്തിയിലും ഭംഗിയിലും ഇപ്പൊ ഒരു പ്രാസംഗിക പ്രസംഗിക്കാൻ വരികയാണെങ്കിൽ വൃത്തിയില് ഭംഗിയില് നീറ്റില് എല്ലാം പഠിച്ചും ഒക്കെ വന്ന് ഒക്കെ അങ്ങനെ പറയാം, അല്ലെ? പക്ഷേ എന്നിരുന്നാൽ ചില അവസരങ്ങളിലൊക്കെ നമുക്ക് അത് പറ്റാതെ പോയേക്കാം, അല്ലെ? നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടില്ല, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ട്, ഒരു ഹോസ്പിറ്റൽ കേസോ വേറെ എന്തെങ്കിലും വന്ന് നമ്മൾ ലേറ്റായി ഈ പ്രസംഗിക്കാനൊക്കെ എത്തുമ്പം അതിന്റെ ഒരു പോരായ്മ, അല്ലെ? ഡെഫിഷ്യൻസി അവിടെ ഉണ്ടാകും. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. കാരണം മനുഷ്യന്മാര് ആരും തന്നെ പെർഫെക്റ്റ് അല്ല. പെർഫെക്റ്റ് ആയത് ഈസ് ഓൺലി അള്ളാ, അല്ലെ? അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എല്ലാം ഒന്നും അത് വീടിന്റെ കാര്യത്തിൽ തന്നെ നമുക്ക് പറയല്ലേ, നമ്മൾ ശരിക്കും അടിച്ച് തുടച്ച് വാരി നനച്ചുള്ളിയൊക്കെ കഴിച്ച് വൃത്തിയാക്കി വെച്ച ഒരു ജീവി ആ ഭാഗത്ത് കൂടെ വരില്ല. ഒരു ദിവസം ഞാൻ ഉച്ചക്ക് ചോറൊന്ന് പാത്രം കഴുകാണ്ടൊന്ന് കിടന്നു നോക്കട്ടെ, അന്ന് ആരെങ്കിലും വരും. അല്ലെങ്കിൽ ഒന്നാകെ അടിച്ച് വാരിയിട്ടില്ല, ഒരു വർക്ക് സാറ്റർഡേ സൺഡേസിൽ അടുക്കള അടിച്ച് അരിയല്ല, ആകെ ഒന്ന് അടിച്ച് വാരിയിട്ടില്ല, അല്ലെ തിരുമ്പിയത് മടക്കില്ല, അപ്പോൾ അരങ്ങി കയറി വരും, അല്ലെ? നമ്മളെ ഒന്നത്തെ ദിവസമാണ് അവര് വരാൻ കണ്ടതെന്ന് വിചാരിക്കും, അല്ലെ? അപ്പൊ നമ്മൾ പെർഫെക്ഷൻ ആഗ്രഹിക്കാനേ നമുക്ക് വകുപ്പുള്ളൂ. അത് പെർഫെക്റ്റ് ആയിട്ട് എല്ലാ ദിവസവും കൊണ്ട് നടക്കാനുള്ള വകുപ്പൊന്നും ഇല്ല. ചിലപ്പോ എന്തൊക്കെയോ സംഭവിച്ചു പോയേക്കാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടേ നമ്മൾ മനുഷ്യന്മാരാണ്. നമുക്ക് ഞാൻ എല്ലാവരോടും പറയുമ്പോ പറയും, എനിക്കൊരു നോർമൽ വൃത്തിയാണ് കേട്ടോ, അല്ലാണ്ട് വൃത്തിമ കന്നെടുക്കൂല എന്ന് വിചാരിച്ചിട്ട് മൂത്രം അല്ലെ അങ്ങനത്തെ ഒക്കെ നജസ്സുകളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. പക്ഷെ വൃത്തിയുണ്ട്. അതേസമയം ഓവർ വൃത്തി ഉണ്ടോ? ഇല്ല. ഞാൻ എല്ലാത്തിനും ഒരു നോർമലൈസ് ചെയ്ത് കൊണ്ട് നടക്കുന്ന ആളാ. അതേ പറ്റൂ. കാരണം അപ്പൊ എന്റെ ഹസ്ബൻഡ് എന്നെ വന്നിട്ട് ഓരോന്ന് നീ അങ്ങനെ ആക്കിയില്ല, കറിയിൽ ഉപ്പില്ല. ഞാൻ പറയാം, എന്റെ വിഷയത്തിൽ എനിക്ക് അള്ളഹാനോട് ചെയ്യുന്ന കടമകൾക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ദുനിയാവിലൊക്കെ ഞങ്ങൾ ഇത്ര പ്രതീക്ഷിച്ചാൽ മതി, ഞാൻ ഇത്രയൊക്കെ ചെയ്യുള്ളൂ. അപ്പൊ അതിന് പിന്നെ വല്ലാത്ത തലയിൽ കയറി വരൂലല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയൊക്കെ ചെയ്യലുള്ളൂ, ഞാൻ ഇതിന് വാല്യൂ ചെയ്യലുള്ളൂ എന്ന് പറയും. അപ്പൊ മറ്റു ചിലരുടെ, അത് എന്റെ അവസ്ഥ, പക്ഷെ മറ്റു ചിലരുടെ അവസ്ഥകളൊന്നും അതല്ല. അവർക്കെല്ലാം പെർഫെക്റ്റ് ആവണം, അല്ലെ? ചിലർ കാണാം, എവിടെയെങ്കിലുമൊക്കെ പോകാൻ നേരത്തെ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറണ്ടറ്റം പോയി കഴിഞ്ഞാൽ അയൺ ചെയ്തിട്ടില്ലെങ്കിൽ അവർ പുറത്തിറങ്ങൂല, അല്ലെ? അടുത്ത വീട്ടിൽ പോയിട്ട് അയൺ ബോക്സ് വാങ്ങിക്കൊണ്ടെന്ന് തേച്ചെങ്കിലേ പോകൂ, അല്ലെ? നമ്മളൊക്കെ വേറെ ഏതെങ്കിലും എടുത്തിട്ടിട്ട് പോകും, അല്ലെ?
അങ്ങനല്ല, അങ്ങനെ അതിൽ എല്ലാ വിഷയത്തിലും പെർഫെക്ഷൻ ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് ആക്ച്വലി നമ്മളെ ലൈഫിൽ ചില കാര്യത്തിലൊക്കെ നമുക്ക് പെർഫെക്ഷൻ ആവാൻ പറ്റും. മറ്റു ചില കാര്യങ്ങൾ അള്ളാഹു ഖദ്ദർ, അള്ളാഹു മാഷാഫൽ, അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അത് അവൻ പ്രവർത്തിക്കും അല്ലേ. അത് നമ്മളെ നീറ്റ് അള്ളാഹുടെ എഴുതപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഇന്ന് എന്റെ വീട്ടിൽ നിന്ന് ഗസ്റ്റ് വരുമ്പോ എല്ലാ പണിയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ക്ലീൻ ആയിരിക്കണം അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ അത് അങ്ങനെ ഉണ്ടാവും അല്ലേ. അല്ലെങ്കിൽ ഞാൻ അങ്ങനൊക്കെ വിചാരിച്ച അന്ന് എനിക്ക് കറക്റ്റ് സമയത്ത് ഒരു മരണം വിട്ടു പോകാനോ വേറെ എമർജൻസി കേസസ് എന്തെങ്കിലും വന്ന് പുറത്തു പോകാനൊക്കെ ഉണ്ടാവും അല്ലെ. അതാണ് ഈ ഇതിന്റെ പെർഫെക്ഷന്റെ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതിന്റെ വിഷയത്തിൽ രണ്ടഭിപ്രായക്കാർ, ചിലർ പറയും പെർഫെക്ഷൻ നല്ലതാണ്, അത് വേണം. മറ്റു ചിലർ പറയും അത് നമുക്ക് നോക്കാം അല്ലെ, പറ്റുമെങ്കിൽ ചെയ്യാം, അത്ര അല്ലാണ്ട് അത് അങ്ങനെ സ്ഥിരമായിട്ട് കൊണ്ട് നടക്കാൻ പറ്റൂല എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. ഈ വിഷയത്തിൽ രണ്ടഭിപ്രായക്കാരാണ്. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ പലരും നന്നാവാൻ മുഹൂർത്തം കാത്തിരിക്കുന്നവരാ അല്ലെ. കുട്ടികളൊക്കെ ഒന്ന് വലുതാവട്ടെ എന്നിട്ട് വേണം ഖുർആൻ ക്ലാസ്സിൽ ഒന്ന് ആക്റ്റീവ് ആവാൻ, പള്ളിയിൽ ഒന്ന് ആക്റ്റീവ് ആവാൻ. ഇനി അതും അല്ലെങ്കിലോ ഹസ്ബൻഡിന് വിസ കിട്ടട്ടെ, മൂപ്പരങ്ങോട്ട് പോയാൽ പിന്നെ തഹജ്ജുദ് എനിക്ക് അടിച്ച് പൊളിക്കാം അല്ലെ, രാത്രി ഉറങ്ങാണ്ട് നിസ്കരിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ വീട് പണി നടക്കുന്നുണ്ട് അല്ലെ, പിന്നെ അത് പിന്നെ ഒരു എക്സ്ക്യൂസ് ആണ്. വീട് പണിയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി നോക്കണം, അവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണം, അതിന്റെ സാധനം പർച്ചേസ് ചെയ്യാൻ പോണല്ലേ, അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതൊരു എക്സ്ക്യൂസാ. പിന്നെ അമ്മായിയമ്മ അല്ലെ, മക്കൾ ആരും കൊണ്ടുവന്നില്ല, ഉമ്മ വീട്ടിലുള്ളതുകൊണ്ട് ഉമ്മ ഒരു 10-50 കൊല്ലം ഇനിയും ജീവിക്കുകയാണെങ്കിലോ ഇത്രയും കൊല്ലം നമുക്ക് ഇരിക്കാൻ പറ്റുമോ? ആ ഉമ്മന്റെ മുമ്പ് നമ്മൾ മരിച്ചു പോയാലോ, അതൊക്കെ ചിന്തിക്കണം അല്ലെ. അപ്പൊ അത് ഉമ്മനെ ഒരു സൈഡാക്കി ഉമ്മക്ക് കൊടുക്കാനുള്ളൊക്കെ കൊടുത്തു, വാങ്ങാനുള്ളൊക്കെ വാങ്ങി, ഉമ്മ ഇങ്ങനെ എമർജൻസിന്റെ ഖുർആൻ ക്ലാസ് ആണ് ഞാൻ പോകണം, നമുക്ക് എന്താ വേണ്ടി, നമുക്ക് വൈകുന്നേരം ചായക്ക് എന്താ വേണ്ടി ഒക്കെ വാങ്ങി ആക്കി വെച്ചെടുത്ത് കുട്ടികളെ ആക്കിയിട്ട് പോവാം. അതല്ലെങ്കിൽ ഭക്ഷണം എടുത്ത് വെച്ച് കൊടുത്തിട്ട് എനിക്ക് ഇപ്പൊ 6 മണിക്ക് ശേഷം ഖുർആൻ പാരായണം ഉണ്ട് കേട്ടോ, ഖിറാഅത്ത് ഉണ്ട് കേട്ടോ, ഞാൻ പോയി ഓതട്ടെ. അത് കേട്ട് ചിലപ്പോ ഉമ്മയും വന്നിരുന്നാലോ അല്ലെ. അല്ലാണ്ട് ഉമ്മ ഉണ്ട് അത് ഉമ്മനോട് തന്നെ പിന്നെ അൺവേർബലായിട്ട്, അതായത് വ്യക്തമായിട്ടും വ്യക്തമല്ലായിട്ടും പറയണം. ഉമ്മ ഫുൾ ടൈം ഇബാദത്തെടുക്കാം, ഉമ്മക്ക് കൂലിയുണ്ട്, എനിക്കും ഇബാദത്ത് ചെയ്യണ്ട, ഞാനും ഉമ്മനെ പോലെ തന്നെ ഉമ്മ എടുക്കും പോലെ ഞാൻ എടുക്കും എന്നുള്ള ഒരു തോട്ട് പാറ്റേൺ ഉമ്മക്ക് കൊടുത്തുകൊണ്ടേ ഇടണം. അല്ലെങ്കിൽ ഉമ്മ വിചാരിക്കല്ലോ എന്താ പറയുക, എനിക്ക് മാത്രം ഇബാദത്ത്, വീട്ടിലെ പണി മുഴുവൻ നോക്കുന്നു. നമ്മളെ ഉമ്മായാലും ശരി ഭർത്താവിന്റെ ഉമ്മായാലും ശരി അല്ലെ. അപ്പൊ നമുക്കും മരിക്കേണ്ട ഉമ്മ, നമുക്കും ചെയ്യേണ്ട എന്നുള്ള അർത്ഥത്തിൽ സുന്നത്തസ്കാരങ്ങളോ ദിക്റ് ദുആകളോ ഒന്നും മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തിട്ട് നമുക്കും ചെയ്യാം അല്ലെ. അവരൊക്കെ ഒരു കുറച്ച് ഏജ്ഡ് ആയി കഴിഞ്ഞാൽ അവരൊക്കെ ഒരു സങ്കുചിത മനോഭാവക്കാരാവും. അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ സൗകര്യം, അവർക്ക് ഷുഗറിന്റെ ഗുളിക ഉണ്ട് അതിന്റെ സമയത്ത് കൊടുക്കണ്ടെന്നൊന്നല്ല ഞാൻ പറഞ്ഞു, കൊടുക്കണം. പക്ഷെ അവരോട് അതിന്റെ കൂടെ തന്നെ പറഞ്ഞു കൊടുക്കണം, ഉമ്മ പോണ സ്വർഗത്തിലേക്ക് എനിക്കും പോകണം, നമുക്ക് എന്താ അത്യാവശ്യമുള്ളത്, വെള്ളപ്പാണോ, വെള്ളപ്പം അതാ ചുട്ട് മേശപ്പുറത്തുണ്ട്, ഷുഗറിന്റെ ഗുളി അയച്ചിട്ട് നിങ്ങൾ വന്നിരുന്ന് തിന്നണം, എനിക്ക് മുറ്റടിച്ച് ആരാൻ പോകേണ്ടതുണ്ട്, പണിക്ക് ഇവിടെ ആളില്ല എന്ന് അങ്ങനെ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ഉമ്മയും ചെയ്യട്ടെ. അങ്ങനെ അതല്ലാണ്ട് അങ്ങനെ ഈ ഉമ്മന്റെ ചായ കാത്ത് 9:30 മണി വരെ അടുക്കളയിൽ നിന്ന്, അതിന്റെ ശേഷം വെയിലായിട്ട് പോയി മുറ്റടിച്ച്, അതിന്റെ ശേഷം പോയി വാഷ് ചെയ്ത്, അപ്പോഴത്തേക്കും നമ്മുടെ ലുഹ നഷ്ടപ്പെടൂ അല്ലെ. ഉമ്മ പോണ അതേ സ്വർഗത്തിൽ എനിക്കും പോണോന്ന് ഉമ്മനോട് തന്നെ ഡയറക്റ്റ്ലി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതൊരു ദേഷ്യത്തിന്റെ ഭാവത്തിലോ ഒന്നും ആവരുത് അല്ലെ. എല്ലാവർക്കും പോകേണ്ടത് അങ്ങോട്ട് തന്നെയാണ്. അങ്ങനെ പിന്നെ അതിന് കാരണങ്ങൾ ഞാൻ പറഞ്ഞില്ല, അമ്മായിമ്മനെ ആരും കൊണ്ടുപോകില്ല, അവര് വീട്ടിലുണ്ട്, അതുകൊണ്ട് എനിക്കിപ്പോ ഈ ഭാഗത്തെടുക്കാൻ പറ്റൂല, ഖുർആൻ ക്ലാസ് ചേർക്കാൻ പറ്റൂല, മദ്രസ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റൂല അല്ലെ. അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡിന് പർദ്ദ ഇടുന്ന ഇഷ്ടമില്ല, അതുകൊണ്ട് എനിക്ക് ദീനിൽ കൂടാൻ മടിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ 3/4 സ്ലീവ് ഇടും, പിന്നെ ഷോൾ അവിടെയും ഇവിടെയും തട്ടിയില്ല എന്ന രീതിയിൽ ആര് മുഷിപ്പിക്കൂല അല്ലെ. ഫാഷന്റെ ആൾക്കാരാണ് ഇട്ടുകണ ദീനിനെ വിശ്വസിപ്പിക്കും, ഇബ്ലീസിനെയും വിശ്വസിപ്പിക്കും. ആ രീതിയിൽ നമ്മൾ ഷോൾ ഇടും, പേര് ഹസ്ബൻഡിനും അല്ലെ. അല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ അല്ലെ. ഒരു മരണസമയം എത്തിക്കഴിഞ്ഞ ഒരു നൂല് അങ്ങോട്ടോ ഒരു നൂല് ഇങ്ങോട്ടോ, ഇനി നാളെ മുതൽ ഞാൻ നന്നാകാം എന്നൊന്നും പറഞ്ഞാല് നമ്മുടെ മലക്കിൽ മൗത്ത് കേൾക്കൂല അല്ലെ. അപ്പം അങ്ങനെ ഹസ്ബൻഡ് നന്നാവണം. ഹസ്ബൻഡിന് പർദ്ദ ഇഷ്ടമില്ല, എന്നാൽ നിങ്ങൾക്ക് നല്ല അടവിൽ ഇപ്പൊ പല ജാതി ചുരിദാറുകൾ ഇറങ്ങുന്നുണ്ടല്ലോ അല്ലെ, ഫുൾ സ്കേർട്ട് പോലത്തതും ഫ്രോക്ക് പോലത്തതും അങ്ങനെ പലതും. അത് തന്നെ 3/4 കയ്യാക്കരുത്, ഫുൾ സ്ലീവിൽ അടിച്ചോളൂ. ആരാ പിടിച്ചെക്കുവോ? അടിക്കാൻ കൊടുക്കുമ്പോ പറയണം ഫുൾ സ്ലീവ് വേണം. ഞാൻ അഥവാ ഇനിയിപ്പോ ഫുൾ സ്ലീവ് എല്ലാം നമുക്ക് ലെങ്തി ആഡഡ് ആവാൻ വേണ്ടി നല്ല നല്ല സോക്സസ് ഒക്കെ ഇറങ്ങുന്നുണ്ടല്ലോ, അത് വാങ്ങിയിട്ടൂടെ? മറക്കണ്ടെന്ന് ഒരു ഹസ്ബൻഡ് ആണുങ്ങളൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആണുങ്ങൾ ശ്രദ്ധിക്കൂല. പക്ഷെ അത് നമ്മൾ ഈ ബിലീസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു സൈഡ് കാണിക്കും, ഒരു സൈഡ്
മാറും പൊട്ടിയേക്കും അല്ലെ. അവിടെ എന്താ ഇബ്ലീസ്, അത് നാട്ടുകാർ കണ്ട ഫാഷനാണ്, അള്ളാഹ് കണ്ട തലയിൽ ഷോളിട്ട്. പക്ഷെ അള്ളാഹിനെ പറ്റിക്കാൻ നമുക്ക് കഴിയോ? അള്ളാഹിനെ പറ്റിക്കാൻ നമുക്ക് അള്ളാഹ്ക്ക് ഇപ്പൊ ഒരൊറ്റ നോട്ടത്തിൽ CCTV വെച്ച് കംപ്ലീറ്റ് അവിടെ പകർത്തി വെച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് അതൊന്നും വിചാരിച്ചിട്ട് നമ്മൾ നന്നാവാൻ നാളെ 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 എന്നുള്ള ആ ഡയലോഗ് തന്നെ ലോട്ടറിക്കാർക്ക് മാത്രം ഉള്ളതാണ്. നമുക്കൊന്നും പറ്റൂല. നമ്മൾ ഇന്നിന്റെ ആൾക്കാരെ ഇന്ന് ചെയ്തോളണം അല്ലെ. ഈ ഒരു പെർഫെക്ഷനും കാത്ത് 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 ഓരോ കാരണങ്ങൾ, കുട്ടീന്റെ മുലകുടി മാറട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ഇപ്പൊ ഇനിയിപ്പോ മുലയൂട്ടുന്ന അമ്മമാരുണ്ടല്ലേ, ചെറിയ പൈത മക്കളുള്ള, അവർക്കൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചാല് കുട്ടികൾക്ക് അടുത്ത് ഉറക്കുമ്പോൾ നമ്മള് പാലെടുക്കുന്ന സമയം ഉണ്ടല്ലോ, അന്നേരം നമുക്ക് ഖുർആൻ ക്ലാസ് ഇട്ടൂടെ? ഒരു 5 ആയത്ത് പഠിക്കുന്ന 5 ആയത്ത് റിപ്പീറ്റേഷൻ, ഒരു 5 പ്രാവശ്യം 25 പ്രാവശ്യം റിപ്പീറ്റേഷൻ ഇട്ടാ കുട്ടി അത് കേട്ട് 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 കുട്ടി ഫാത്തിഹ എന്താ സൂറത്തായത്തെ കുറിച്ച് കുട്ടി പഠിക്കുകയും ചെയ്യും, നമുക്കും പഠിക്കാം അല്ലെ. നമ്മള് സ്വബോധത്തോടു കൂടി പഠിച്ചിട്ടില്ല, നമ്മള് കേട്ട് കേട്ട് പല സിനിമാ പാട്ടുകളും കുട്ടികൾ പാടുന്ന നിങ്ങൾ കേട്ടില്ല? ആരെങ്കിലും അവരെ ടീച്ചറെ വെച്ച് പഠിപ്പിച്ചാണല്ല, വളരെ ട്യൂണിൽ കുട്ടികൾ കേട്ടിട്ട് പാടും. പണ്ടൊക്കെ പുറത്തൊക്കെ കല്യാണമൊക്കെ ഉണ്ടായ പാട്ടൊക്കെ വെക്കാൻ അങ്ങനെ പല രീതിയിലും കുട്ടികൾക്ക് പാട്ട് TV-യിലും ഒക്കെ. അപ്പൊ TV-യും പോയി കല്യാണക്കാരൊക്കെ വീട്ടിൽ പാട്ട് വെക്കുന്ന സിസ്റ്റമൊക്കെ പോയതുകൊണ്ട് കുട്ടികൾക്ക് കേൾക്കാം, അങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെ ക്ലാസ് ഇടാൻ കുട്ടികൾക്ക് ഫീഡ് ചെയ്യുന്ന സമയത്ത്, തൊട്ടിലാട്ടി ഉറക്കുന്ന സമയത്ത് അതൊക്കെ ഫ്രീ അല്ലേ, അന്നേരം ഒന്നും പണിയൊന്നും ഇല്ലാലോ അല്ലെ. എല്ലാം ദുനിയാവിലെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഞാൻ നന്നാവുള്ളൂ എന്ന് വിചാരിച്ചാൽ നമുക്ക് തന്നെയാണ് നഷ്ടം അല്ലെ. പിന്നെ സമയം എത്തിക്കഴിഞ്ഞാൽ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ, ആ സമയം എത്തിക്കഴിഞ്ഞു ഒരു സെക്കൻഡ് മുന്നോട്ടോ പുറകോട്ടോ പോകാൻ ആര് സമ്മതിക്കൂല? മലക്കുൽ മൗത്ത് സമ്മതിക്കൂല. മൂപ്പര് പിടിച്ചതന്നെ, അത് ഏത് പാതാളത്ത് പോയി ഒളിച്ചാലും അത് സംഭവിക്കും അല്ലെ. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, മേക്കിംഗ് മേക്സ് ഇസ് ബെറ്റർ ദാൻ ഫേക്കിംഗ് പെർഫെക്ഷൻ അല്ലെ. അതായത് പൂർണ്ണത നടിക്കുന്നതിനേക്കാൾ നല്ലത് തെറ്റുകൾ വരുത്തുന്നതാണ് അല്ലെ. ഇപ്പൊ ഞങ്ങൾ ക്ലാസ്സിൽ തന്നെ പ്രസംഗിക്കാനും വരുന്ന കുറെ കുട്ടികൾ, അവര് എന്താ ചെയ്യാന്ന് വെച്ചാല് ആദ്യത്തെ ഓരോ ബാച്ച് എടുക്കും, 3 മാസത്തെ ക്ലാസ് ആണല്ലോ, കോഴ്സ് ആണല്ലോ. ആദ്യത്തെ ബാച്ചിൽ ഒരുപാട് ആളുകളൊന്നും വീഡിയോ ഓൺ ആക്കൂല, ഓണാക്കാണ്ടിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കും, ഞാൻ ഓഫാക്കി പോട്ടെ എന്ന് ചോദിക്കും. ഞാൻ വീഡിയോ ഓഫാക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. കാരണം റിയൽ പഠിക്കുമ്പോൾ നമ്മളൊരു ഒരു ഫിസിക്കലി ക്ലാസ് എടുക്കുന്ന പോലെ ഫീലിങ്സ് ഉണ്ടാവും വീഡിയോ വെച്ചെടുക്കുമ്പോൾ. അത് കുട്ടികളില്ലല്ലോ, ലേഡീസ് ഓൺലി ആണല്ലോ, അതുകൊണ്ട്. അപ്പൊ അവർക്ക് ഞാൻ വീഡിയോ ഓഫാക്കുന്ന ഇഷ്ടമല്ല, പക്ഷെ അവർ ഓഫാക്കിക്കാം. എന്നിട്ട് ഇങ്ങനെ മൂലയിൽ ഒളിച്ചു കുത്തിരിക്കും. അപ്പൊ അതിൽ പയ്യെ നല്ല എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള പെണ്ണുങ്ങളൊക്കെ നന്നായിട്ട് പറയും, അവർക്ക് തെറ്റ് വരും. അല്ലെങ്കിൽ ക്ലാസ്സിലൊക്കെ പറയുമ്പോൾ പോലെ അപ്പൊ മിസ്റ്റേക്സ് ഒക്കെ ഞാൻ വളരെ ശ്രദ്ധാപൂർവം വളരെ സ്നേഹപൂർവ്വം അവരോടൊന്നും ഒരു തരത്തിലും ഒരു നോ എന്ന രീതിയിലല്ലാണ്ട് അവരെ സ്നേഹിച്ച് അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആദ്യം പോസിറ്റീവ് സൈഡ് പറയും, പിന്നെ ഇംപ്രൂവ്മെന്റ് സൈഡൊക്കെ പറയും. അപ്പം പിന്നെ ഈ കുട്ടികളൊക്കെ ക്യാമറ ഓൺ ആക്കി തുടങ്ങും. 2ഉം 3ഉം ക്ലാസ്സിൽ ഓണാക്കി പിന്നീട് എല്ലാവരും ക്ലാസ്സിൽ വരികയും ഇതാക്കുകയൊക്കെ ചെയ്യും. അപ്പൊ നമ്മളിതെന്താ വെച്ചാല് നമ്മൾ പെർഫെക്റ്റ് ആയിട്ടില്ല. ഞാൻ പറയും, എനിക്ക് നിങ്ങളെ പെർഫെക്ഷൻ വേണ്ട, എനിക്ക് നിങ്ങളെ നിങ്ങളിപ്പോ നഴ്സറി കിൻഡർ ഗാർട്ടൻ സ്റ്റുഡൻസ് ആണ്, അതുകൊണ്ട് നിങ്ങൾ ആ നഴ്സറി സ്റ്റുഡൻസ് പറയും പോലെ തെറ്റുകളിൽ നിങ്ങൾ എനിക്ക് ശരിയാക്കി എടുക്കണമെന്ന് പറയുമ്പോൾ അവർ വരും. പക്ഷെ അങ്ങനെ ഞാൻ ഹാഷായ ഭാഷയിലൊന്നും പറയാത്തത് കൊണ്ട് തന്നെ അവർക്കെല്ലാം ഇഷ്ടമാണ്, അവരെങ്ങനെ വരും പറയും. അങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഓരോരുത്തരെ ചിലർ കഥ ഉണ്ടാക്കിക്കൊണ്ടുവരും, ചിലര് നന്നായിട്ട് കവിത പാടും, ചിലർ ഭയങ്കര സ്ക്രിപ്റ്റ് എഴുതലാണ്, സാഹിത്യ ഭാഷ ഉണ്ടാകും, ചിലർ ഒരുപാട് ഇംഗ്ലീഷ്, ചില വെറും ഇംഗ്ലീഷിൽ വന്ന് പ്രസംഗിക്കും. അങ്ങനെയൊക്കെ പല ടൈപ്സ് കുട്ടികളുണ്ട്. അങ്ങനൊക്കെ ആണെങ്കിലും അവരൊക്കെ വിചാരം ഇതൊക്കെ പെർഫെക്റ്റ് ആണെന്ന് ഒരിക്കലല്ല. എന്റെ ഫസ്റ്റ് ടൈമിലൊക്കെ ഉള്ള യൂട്യൂബ് വീഡിയോസ് നോക്കിയാൽ ചിലയിലൊന്നും തജ്വീദും ഉണ്ടാവില്ല, ചിലയിലൊക്കെ വളരെ പ്രസംഗത്തിലൊക്കെ എന്തൊക്കെയോ മിസ്റ്റേക്സ് ഉണ്ട്. പക്ഷെ ഞാനത് അതായത് ആ തെറ്റ് തിരുത്തിയതല്ല, വരുത്തിയത് കൊണ്ടാണ് ഇന്ന് ഞാൻ പെർഫെക്ഷൻ ആവാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നത്. ഞാൻ എപ്പോഴും കുട്ടികളോടൊക്കെ പറയും, നിങ്ങളെ സ്പീച്ച് കേൾക്കണം. അധികമാണ് പറയാ, നമുക്ക് നമ്മളെ പ്രസംഗം കേട്ടൂടെ? നമുക്ക് നമ്മളെ പ്രസംഗം കേട്ടൂടെങ്കിൽ പിന്നെ ആരാ ഇത് കേൾക്കുക? നാട്ടുകാരോ? നമ്മൾ കേൾക്കണം. നമ്മൾ കേട്ടിട്ട് നമ്മൾ തന്നെ ശരി ക്രിട്ടിസൈസ് ചെയ്യണം. ചിലപ്പോ വോയിസ് മോഡുലേഷൻ ഉണ്ടാകും, ചിലപ്പോൾ നല്ല ശബ്ദത്തിൽ പറയണം അല്ലെ, ചിലത്തിൽ വളരെ മയത്തിൽ സ്നേഹത്തിൽ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
റസൂലുള്ളാഹിന്റെ മരണ വാർത്തകളും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പട്ടിണി കിടന്ന കഥകളൊക്കെ പറയുമ്പോൾ നമുക്ക് ഇമോഷണലി നമ്മൾ ഫീലിംഗ് ഫുൾ ആയിരിക്കണം അല്ലെ. അതാണ് നമ്മളെ പ്രസംഗത്തിന്റെ താക്കോല്. അങ്ങനെ ഞാൻ അവരെ പിന്നെ ആദ്യത്തെ ബാച്ചിലൊന്നും അതുണ്ടായില്ല. പിന്നെയുള്ള ബാച്ചിൽ ഞാൻ അവരെ ദുആ പഠിപ്പിക്കും. ദുആ എന്ന് പറയുന്നത് കുറച്ച് ഓതന്റിക്, അതായത് റബ്ബന ആതിന അല്ലാഹുമ്മ അസ്അലുക്കൽ ജന്നത്ത്, അങ്ങനത്തെ കുറച്ച് ടൈപ്സ് ദുആകൾ ഫസ്റ്റ് പറയാം. പിന്നെ നമ്മുടെ സെൽഫ് ക്രിയേറ്റ് ദുആസ്, പഠിച്ചവനെ നമ്മളെ മക്കളെ സ്വാലിഹായ മക്കളായി തീർക്കണേ, ഫലസ്തീനിന്റെ പ്രശ്നങ്ങൾ ഇതാക്കി കൊടുക്കണേ, നമ്മളെ വീട്ടിൽ നല്ല മനസമാധാനം ഉണ്ടാകണേ, ഭർത്താവും കുട്ടികളൊക്കെ ദീനിന്റെ മാർഗത്തിലാണ്, അങ്ങനെ അങ്ങനെ അവര് എന്തൊക്കെയോ അവരെ റിലേറ്റഡ് ഉള്ള പ്രശ്നങ്ങൾ അത് ഞാൻ പറയാം അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചപ്പോ അവരൊക്കെ ആ ഒരു 10-30 എത്ര കുട്ടികളാണോ ഉള്ളത് അവരൊക്കെ അങ്ങനെ ദുആ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ട് അങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ ഞാൻ എടുക്കുന്ന അവരോട് ചോദിച്ചു ഹൂ ആം ഐ എന്നുള്ള ചോദ്യം ഞാൻ എഴുതി. ഞാനൊരു കൗൺസിലറാണ്, ഞാനൊരു പിന്നെ എഴുത്തുകാരിയാണ്, പിന്നെ ഇസ്ലാമിക് പിന്നെ പ്ലാറ്റ്ഫോമിൽ സ്പീക്കറാണ്, അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു നല്ല വൈഫ് ആവാൻ ശ്രമിക്കുന്നുണ്ട്, ഏകദേശം നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനൊരു നല്ല ഉമ്മയാണ്, കുട്ടികളുടെ ഉത്തരവാദിത്തങ്ങളോടൊപ്പം കുട്ടികളെ വളർത്തിയത്. അതല്ലാണ്ട് എല്ലാം മോനൊന്നും ചെയ്യേണ്ട അമ്മ എല്ലാം ആക്കി തരാമെന്ന് പറഞ്ഞാൽ എല്ലാം ഞാൻ വളർത്താതെ ഓരോ ഏജിലും. പണ്ടൊരു ചൊല്ല് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു തുമ്പിനെ കണ്ട തുമ്പി കല്ലെടുക്കാനായ തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കണം. അതുപോലെ കുട്ടികളെ ഒരു ഏജ് കഴിഞ്ഞാൽ അവർ തന്നെ അയൺ ചെയ്യണം, അവർ തന്നെ പിന്നെ അയലുമേൽ ആറിട്ട ഡ്രസ്സ് കൊണ്ടുവന്ന് അയൺ ചെയ്തിട്ട് അവർ തന്നെ ഇടണം. പിന്നെ ഡ്രസ്സ് വാഷ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള തലേ ദിവസം അവർ നോക്കണം. ടിഫിനും പിന്നെ ബാഗിൽ നിന്ന് എടുത്ത് കിച്ചണിൽ കൊണ്ടുപോയി വെക്കണം, എന്നാലേ പിറ്റേന്നത്തേക്ക് പിന്നെ വാഷ് ചെയ്ത് വെക്കുള്ളൂ, അല്ലെങ്കിൽ വാഷ് ചെയ്യില്ല. അങ്ങനെ കുറേ ചട്ടങ്ങളുണ്ട്. ആ ചട്ടക്കൂടുകൾ വളരെ സ്നേഹത്തിലാണ്, പിണങ്ങൂല, അടിക്കൂല, ചീത്ത അറിയില്ല, പക്ഷെ എല്ലാം അങ്ങനെ പറഞ്ഞിട്ട് അവര് വേണമെങ്കിൽ ചെയ്യാൻ, വേണമെങ്കിൽ ചെയ്യണ്ട. കാരണം ടിഫിന് കഴുകിയിട്ടില്ലെങ്കിൽ ഫ്രൈഡേ വെച്ച് കഴിഞ്ഞാൽ തിങ്കളാകുമ്പത്തി മണക്കും പുഴു വരില്ല. അപ്പൊ പ്രശ്നമാകുമ്പോ അവരെന്നെ കഴുകും, അത് കൊണ്ടേക്കും. അങ്ങനെ എല്ലാ രീതിയിലും ഉത്തരവാദിത്തങ്ങളുള്ള ഒരു ഉമ്മയാണ് ഞാൻ. അതുപോലെ ഞാൻ എന്നെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഞാനൊരു നല്ല ഫ്രണ്ടാണ്. പിന്നെ ഖുർആൻ പഠിക്കുന്നു, ഹദീസ് പഠിക്കുന്നു, അത് പഠിക്കുന്നു, അങ്ങനെ എന്നെ കുറിച്ച് ഹൂ ആം ഐ എന്നുള്ളതിൽ കുറെ ഉണ്ട് കേട്ടോ. ഞാൻ അത് കുറച്ച് മാത്രം ഇവിടെ പറഞ്ഞ അത് എഴുതി കൊടുത്ത് ആ ലിസ്റ്റ് കണ്ട പേര് എല്ലാ ടീച്ചർ നമ്മളെങ്ങനെ നമുക്ക് ഇത്ര ഞാൻ എഴുതി, നിങ്ങൾക്ക് എന്താ, ഞാൻ നല്ല ടൈലറാണ്, ഞാൻ സ്റ്റിച്ച് ചെയ്യും, അങ്ങനെ. അപ്പൊ അവര് എഴുതി വന്നപ്പോൾ ഓരോരുത്തർക്കൊക്കെ ഒരുപാട് ഫാഷൻ ഡിസൈനേഴ്സ് ഉണ്ട്, സൈക്കോളജി പിന്നെ ഡിഗ്രി കഴിഞ്ഞവരുണ്ട്, പിന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നത്, വെഡിങ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നവർ, അങ്ങനെ ഒരുപാട് കഴിവുള്ള മഹതികളുണ്ട്. അപ്പൊ അവര് പറയാ നിങ്ങളെ പ്രൊഫൈൽ കണ്ടപ്പോ നമുക്ക് അതൊക്കെ എഴുതാൻ ഒരു മോട്ടിവേഷൻ ആയി. അപ്പൊ ഞാൻ അതങ്ങനെ ഇട്ടുകൊടുത്ത് അല്ലെ. എന്നുവെച്ച് കഴിവ് കുറഞ്ഞവരുണ്ട്, അവര് പറയും നമ്മളെ വീട്ടിൽ ഉമ്മയും ഉപ്പയൊക്കെ ഉണ്ട്, വളരെ സ്നേഹപൂർവ്വം നമ്മള് നോക്കും, എന്റെ വീട് ഒരു തറവാടാണ്, ആര് വന്നാലും എപ്പം വേണമെങ്കിലും ഫുഡ് ഉണ്ട്, അങ്ങനെ. അപ്പൊ അവർ പിന്നെ ഒരു സോണിലാണ് അവർ എക്സ്പെർട്ട് അല്ലെ, അങ്ങനെ. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഓരോ വിഷയത്തിൽ എക്സ്പേർട്ടാണ്. അപ്പൊ അതൊക്കെ എഴുതാനും പറയാനും പറയപ്പോ ഒരു വിചാരിക്കുന്നില്ല മറ്റൊരു PG കഴിഞ്ഞതാണ്, അവർ PhDക്ക് ട്രൈ ചെയ്യുന്നവരാണ്, അവള് ക്ലാസ് എടുക്കുന്നവരാണ്, മദ്രസ ടീച്ചറാണ്, ഹൈസ്കൂൾ ടീച്ചറാണ്, അല്ലെങ്കിൽ ഡോക്ടറാണെന്നൊക്കെ ഒരുത്തി പറയുമ്പോ അതൊന്നും ഇല്ലാത്ത വേറൊരുത്തി അവളുടെ മാത്രം കഴിവുകളിൽ ഫോക്കസ് ചെയ്തിട്ട് അതിവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട് ക്ലാസ്സിൽ, മനസ്സിലായില്ല. അപ്പൊ അവർക്കായ പെർഫെക്ഷനിസം എന്നൊരു ചിന്താഗതി മാറി നമ്മൾ യുണീക്കാണ്. എൻ്റെ ഉമ്മക്ക് തന്നെ 5 മക്കളുണ്ടെങ്കിൽ 10 മക്കളുണ്ടെങ്കിൽ ഈ മുംതാസ് എന്ന് പറയുന്ന മുംതാസ് മാത്രമായിരിക്കും. അത് മനസ്സിലും പ്രവൃത്തിയിലും നടത്തത്തിലും ഇരുത്തത്തിലും സ്വഭാവത്തിലും ഒക്കെ ഇന്റേർലി ഡിഫറെന്റാ. ഞാൻ എൻ്റെ വീട്ടിലും എൻ്റെ കുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോഴും ഞാൻ ഡിഫറെന്റ് ആണ്, എൻ്റെ വീട്ടിലും ഞാൻ ഡിഫറെന്റ്. അങ്ങനെ തന്നെ ഓരോരുത്തരും യുണീക്കാണ്. നമ്മളെല്ലാം അല്ലാതെ സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മുടെ വിരൽത്തുമ്പിന്റെ യുണീക്നെസ്സും കണ്ണിന്റെ യുണീക്നെസ്സും മാത്രമല്ല, മൊത്തത്തില് ബ്രെയിനും ഫങ്ഷനും നമ്മുടെ പ്രവൃത്തിയും കളിയും ചിരിയും മാനസികാവസ്ഥ വരെ അല്ലെ. ഞാൻ ചിലപ്പോ എന്തെങ്കിലും മനസ്സിൽ വെച്ച് ദുഷ്ടത വെക്കുന്ന മാതല്ല കാത്ത് രക്ഷിക്കട്ടെ, അങ്ങനത്തെ ഒരു ചിന്താഗതി ഉള്ള ആളാണെങ്കിൽ ഞാൻ എത്ര ക്ലാസ് കേട്ടിട്ട് കാര്യമില്ല. മറ്റവർക്ക് എന്തേ വരുമ്പോഴത്തേക്ക് ബേജാറാവും, അവര് പൈസക്കാരായോ, അവര് അങ്ങനായോ, അവര് ഇങ്ങനെ അതിനെ കുറിച്ച് ചിന്തിച്ചിരിക്കും അല്ലെ. അങ്ങനെ ഒരാളിപ്പോ എത്ര ക്ലാസ് കേട്ടിട്ടും എത്ര തോബ ചെയ്തിട്ടും അങ്ങനത്തെ മനസ്ഥിതിയായിട്ട് മുന്നോട്ട് പോകുന്നവർ ആ രീതിയിൽ തന്നെ. ചില മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവര് ബേസിക്കലി അങ്ങ് മാറാൻ പാടാണ്. ചിലപ്പോ ചിലർ കംപ്ലീറ്റ്ലി മാറിയേക്കാം, മേ ബി. അപ്പൊ അതുകൊണ്ട് നമ്മൾ പൂർണ്ണത നേടാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഞാൻ എന്ന മുന്തസലി, നിങ്ങൾ എന്ന ഫാത്തിമയെ അള്ളാഹു സൃഷ്ടിച്ച് വിട്ടിട്ടുള്ളത് ഒരു പ്രത്യേക ഒരു ആംഗിളിലാണ്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് എല്ലാം ബെറ്റർ ആവാം അല്ലെ, ബെറ്റർ ആവാം. ഇപ്പൊ ഞാനൊക്കെ തന്നെ കല്യാണം കഴിഞ്ഞ് SLC പരീക്ഷ കഴിഞ്ഞ പിറ്റേത്തെ 3-ാമത്തെ ദിവസം 4-ാമത്തെ ദിവസമാണ് എൻ്റെ വെഡിങ്
ആ കല്യാണം കഴിഞ്ഞ 15 വയസ്സ് പോലും കഴിഞ്ഞിട്ടില്ല, അത്ര ചെറുതിൽ. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാം കഴിഞ്ഞ് എന്റെ പഠിപ്പും കഴിഞ്ഞ് എനിക്ക് ഇഞ്ചി ജീവിതവും ഇല്ല, ജോലിയും ഇല്ല, ഒന്നും ഇല്ല എന്ന് വിചാരിച്ചിരുന്ന ഞാനാ അല്ലെ. പക്ഷെ ഞാൻ കുട്ടികളൊക്കെ വലുതായതോടുകൂടി എന്റെ ആ ഒരു എന്താ പറയുന്ന പുരോഗമന പ്രോഗ്രസീവ് മൈൻഡ് കൊണ്ട് ഞാൻ ഓരോന്ന് കണ്ടുപിടിച്ച് അതൊക്കെ വീട്ടിലിരുന്ന് ചേരുന്ന ഇപ്പൊ ഓൺലൈനായിട്ട് പലതും ചെയ്യാം. അങ്ങനെ അങ്ങനെ നമ്മൾ ഉയർന്നു വന്നു. പക്ഷെ നമുക്ക് പറയാം എന്താ കുട്ടികളെ പണി പോലെ ഇതൊക്കെ കഴിഞ്ഞ് ചോറിന്റെ പണി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും നേരം ഉണ്ടാവൂല എന്നും പറഞ്ഞിട്ടും ഇരിക്കാമായിരുന്നു അല്ലെ. അതിനിടയിലൊക്കെ ഞാൻ സമയം കണ്ടെത്തി കുറെ ബുക്സ് ഇറങ്ങി. ആ ബുക്സിനൊക്കെ അതിൻ്റെതായ രീതിയിൽ ഇപ്പോഴത്തെ ബുക്സ് എന്ന് പറയുന്നത്, ഞാൻ എഴുതുന്ന ബുക്ക് എസ്പെഷ്യലി സ്പൂൺ ഫീഡിങ് ബുക്സ് ആണ്. കാരണം അതിലെ ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കി, അതിപ്പോ ഖുർആനിൽ ഇപ്പൊ നിങ്ങൾ തഖ്വ തരിഞ്ഞ 100 സ്ഥലത്ത് തഖ്വ ഉണ്ടാവും, 100 ഡെഫിനിഷനും ഉണ്ടാവും അല്ലെ. പക്ഷെ ഹദീസിൽ തഖ്വ തരിഞ്ഞ അതും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലത്ത് ചിതറി. മുസ്ലിമിൽ അവിടെ, ബുഖാരിയിൽ ഇവിടെ, മുസന്നദിൽ ഇവിടെ, അങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. പക്ഷെ ഇതിൽ ഏറ്റവും നല്ലത് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്കത് സെർലാക്ക് ആകുമ്പോൾ, നമ്മളിപ്പോ ഒരു യാത്ര പോവാണ്, ഹോട്ടലിൽ വെച്ചിട്ട് നമ്മളെ കുട്ടിക്ക് സെർലാക്ക് ഉണ്ടാക്കണം, ആ പൊടിയും ലേശം ഒത്തിരി ചുടുവെള്ളം ബോയിനോട് പറഞ്ഞാൽ നമുക്ക് സെർലാക്ക് ഉണ്ടാക്കി കൊടുക്കാം അല്ലെ. അതേ രീതിയിലാണ് ഞാനിപ്പോ ബുക്സ് ഒക്കെ എത്തിക്കുന്നത്. അതിനൊക്കെ ഒരുപാട് ചിന്തയും പ്രവർത്തനവും കറക്ഷനും ഒരുപാട് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കുറ്റം പറഞ്ഞു വരുമ്പോ ഞാൻ അങ്ങനെ വിചാരിക്കും, ഇവരുണ്ടോ അറിയുന്നു എന്റെ എത്ര ഉറക്കാം, എന്റെ എത്ര എന്തെല്ലാം സൗകര്യം. ഒരുപാട് കല്യാണങ്ങൾ ഒഴിവാക്കും, ചില മരണങ്ങൾ ഒഴിവാക്കും, ഒരുപാട് ഞാൻ ത്യാഗം സഹിച്ചിട്ടാണ് ഇതിലേക്ക് എന്റെ സമയം മുഴുവനും പിന്നെ പിന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അല്ലെ. അങ്ങനെ ഉണ്ടാക്കി വന്നാലും അതിൽ ചില പെർഫെക്റ്റ് എന്തെങ്കിലുമൊക്കെ പിന്നെ പ്രോബ്ലംസ് ഉണ്ടാവും, ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടാവും. ഞാൻ പറയും, ഞാൻ എഴുതുന്നത് ഒരിക്കലും ഖുർആനല്ല. ഖുർആൻ മാത്രമേ ഇന്ന് ലോകത്തില് എന്താണ്, അതായത് എഴുത്തുകാരന്റെ ഓദർ പേരില്ലാത്ത ഒരേ ഒരു ഗ്രന്ഥം ഖുർആനാ. വേറെ ദുനിയാവിൽ ഏത് ബുക്ക് എടുത്ത് നോക്കിയാൽ അത് എഴുതിയ ഒരാളെ പേരുണ്ടാവും. ആ പേരിനോടൊപ്പം ആ ബുക്കിന് പല 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 എന്തുണ്ടാവും, പിന്നെ പോരായ്മകൾ ഉണ്ടാവും അല്ലെ. അതേസമയം ഖുർആന് ഓദറിന്റെ പേരില്ല, പക്ഷെ പോരായ്മകളും ഇല്ല. അപ്പൊ നമ്മൾ എഴുതുന്ന ബുക്കിൽ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. പക്ഷെ എന്നിരുന്നാലും അവിടെ ഇവിടെയൊക്കെ ഫത്തഹിന്റെ കസറിന്റെ അലിഫ് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവും. കണ്ടോല് പറഞ്ഞു തരണേ, കറക്റ്റ് ചെയ്യാമെന്ന് പറയും. അപ്പൊ നിങ്ങൾ അത്, ഞാൻ എന്റെ മതഹ് പറയല്ല, എന്റെ ബുദ്ധിമുട്ടും പറയല്ല കേട്ടോ, പറയാനും പാടില്ല. നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ എഫേർട്ട് എടുക്കുന്ന സമയമൊക്കെ അള്ളാഹു നമുക്ക് തരും അല്ല, ഇൻഷാ അല്ലാ ഉറപ്പായിട്ടും അള്ള തരും അല്ലെ. ഇന്ന ബാദല്ലാഹിൽ ഹക്കാണ്. ആരൊരുവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ഫമയ്യാമൽ മിസ്കാല ദറത്തിൻ ഖൈറയറ ഫമയ്യാമൽ മിസ്കാല ദറത്തിൻ ഷറയറ എന്നാ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതെന്തായാലും കിട്ടും. പക്ഷെ അതല്ല ഞാൻ പറയുന്നത്, ഞാനിത് പൂർണ്ണത പെർഫെക്ഷൻ വിചാരിച്ചിരുന്നതാണെങ്കിൽ ഒരിക്കലും എന്താവൂല, ഇതൊരു പൂർണ്ണ അല്ലെ ഒരു ബുക്കായിട്ട് ഇത് പുറത്തിറങ്ങില്ല. ഒരുപാട് നോക്കും, ഒരുപാട് നോക്കി നോക്കി നോക്കിയൊക്കെ കറക്റ്റ് ചെയ്ത് വന്നാ കാണാം പിറ്റേന്ന് അത് കൊടുക്കുന്ന തലേ ദിവസവും പുതിയത് കാണും. അപ്പൊ ഞാൻ എന്താ മനസ്സിലാക്കുക, ഇതിപ്പോ നോക്കിയിട്ട് കാര്യമില്ല. ബിക്കോസ് ഇതുമ്മ കളിച്ചു നിന്നാലേ എന്റെ സമയം പോവും. ഞാൻ എന്താവും, പിന്നെയും 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 പെർഫെക്റ്റ് ആവാൻ നോക്കുമ്പോ ആ ബുക്ക് അവിടെ നിന്ന് പോകും. അതുകൊണ്ട് ഒരുവിധം പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ അതങ്ങ് വിടും. എന്നിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെക്കും, ഇനി അടുത്ത ബുക്ക് എഴുതുമ്പോ ഇനി ഇന്ന മിസ്റ്റേക്സ് ഉണ്ട്, അല്ലെ ഇന്ന കാര്യങ്ങളോട് അതിൽ ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്രിന്റേഴ്സിന് കൊടുക്കുക ചെയ്യാം. കാരണം അപ്പം തന്നെ ഞാൻ വിചാരിക്കുക അവിടെ നിൽക്കട്ടെ, ഞാനിപ്പോ ഇന്ന് കണ്ടുപിടിച്ച 4 ഇന്നലെ കണ്ടുപിടിച്ച 5 അതും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ പിന്നെയും സമയം എടുക്കും. അപ്പൊ നമ്മള് ഏതെങ്കിലും ബുക്ക് പിന്നെ പബ്ലിഷിംഗ് പ്രോഗ്രാം ഒക്കെ ഇവന്റ്സ് ഒക്കെ സംഘടിപ്പിച്ചാല് അപ്പൊ കറക്റ്റ് സമയത്ത് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റൂല, ബുക്ക് പബ്ലിഷ് ചെയ്ത് ഇറക്കാൻ പറ്റൂല. അപ്പൊ ആ കിട്ടിയ ആശയങ്ങളൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് ഇനി ഇൻഷാ അല്ലാ പുതിയ 2000 കോപ്പി ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ബാച്ചിൽ പിന്നെ ഇനിയും കൂടുതൽ എഡിഷൻസ് ഒക്കെ വരുത്തിയിട്ട് പേജസ് ഒക്കെ ആഡ് ചെയ്തിട്ട് കൊടുക്കാന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ നിങ്ങളൊക്കെ വിചാരിക്കും പോലെ വിചാരിക്കുക ശരിയില്ല, ഇനി ഇപ്പൊ എനിക്ക് 5 കാര്യങ്ങളും കൂടെ കിട്ടി, അതും കൂടെ എഴുതി, അത് കറക്റ്റ് ചെയ്ത് അതിന്റെ മിസ്റ്റേക്ക് തീർത്ത് അത് സ്വഹീഹോ ലൈഫോ നോക്കുമ്പത്തിന് നമ്മുടെ എന്താവും, ഉദ്ഘാടന ഇവന്റും അങ്ങനെ പബ്ലിഷിങ്ങും ഒക്കെ ലേറ്റ് ആവും. അപ്പൊ നമ്മൾ അവിടെ വെച്ച് നിർത്തുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാല്, നമ്മളാരും തന്നെ ഒരു തരത്തിലും പെർഫെക്റ്റ് അല്ല. അതായത് നിങ്ങളെന്ന് വെച്ച് നല്ല നീളം, നല്ല നിറം, നല്ല തടി, നല്ലത് എല്ലാം ഉള്ള കുട്ടിയായിരിക്കും. ചിലപ്പോൾ അവരെ ബാക്ക്ഗ്രൗണ്ട് നോക്കി അവരെ തറവാടോ വേറെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഫീഡ്ബാക്സ് ഉണ്ടാവും അല്ലെ. അങ്ങനെ ഇനി അതെല്ലാം ഒന്നുമില്ല, ഭയങ്കര സ്റ്റൈലുള്ള എല്ലാം നല്ല മോളാണെങ്കിൽ മഹാമോശ സ്വഭാവമായിരിക്കും അല്ലെ. ഇനി അതൊന്നുമില്ല, അല്ലെങ്കിൽ
ഒരു പെണ്ണന്വേഷിച്ച് പോകുമ്പോ അവർക്ക് ഒരു കുഫു വെക്കലുണ്ടല്ലോ, അതില് കുഫു വെക്കുന്നുണ്ടാവില്ല. ചിലപ്പം ഭയങ്കര പണക്കാരന്റെ മോളാണ്, അവൾക്ക് എന്ത് വിചാരിച്ചാലും വാങ്ങാം, എത്ര ലക്ഷത്തിന്റെ ഡ്രസ്സ് ഇടാം, പക്ഷെ കുട്ടീനെ കാണാനൊന്നും കൊള്ളത്തില്ല, 100 കിലോ വെയിറ്റ്, അപ്പൊ 6 കിലോ എടുക്കും. അങ്ങനെ നമ്മൾ ഓരോരുത്തരും തന്നെ അല്ലേ, ഒരാളെ കണ്ണ് നല്ലത്, വേറൊരാളെ മൂക്ക് നല്ലത്, വേറൊരാളെ സംസാരം നല്ലത്, വേറൊരാളെ നടത്തം നല്ലത്, വേറൊരാളെ കാർക്കൂന്തൽ, ചിലരെ മുടി എന്തൊരു ഭംഗിയായിട്ടും കാണാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുടി നന്നായിട്ടും വെടക്കായിട്ടൊക്കെ കണക്ക് തന്നെ, ആരും കാണാതെ സാധനമില്ല, അതിപ്പോ അതിലെന്താ കാര്യം. പക്ഷെ അങ്ങനെയല്ല അല്ലെ, ചിലരെ കൺപീലികൾ എന്തോ ഒരു ഭംഗിയാക്കി, ചിലർ ചിരിക്കുമ്പോ ഭയങ്കര സ്നേഹം, ചിലര് ഒന്നും അറിയില്ലെങ്കിൽ സംസാരിച്ചെന്ന് കേട്ടാൽ എനിക്കോ ഇവർക്ക് ഗ്രാജുവേറ്റോ PhD ആയിട്ടാണ് അല്ലെ. അങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും തന്നെ ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എബിലിറ്റീസ് ആണ് അള്ളാഹു തന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. മേക്കപ്പ് ഒക്കെ നന്നാക്കണം നന്നാക്കണം എന്നുള്ള വിചാരം നന്നു, പക്ഷെ നമ്മൾ ഒരിക്കലും 100% പെർഫെക്ഷൻ പ്രതീക്ഷിക്കരുത് അല്ലെ. ആഗ്രഹിക്കാം, പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കരുത്. അതാണ് മേക്കിംഗ് മേക്സ് ഇസ് ബെറ്റർ ദാൻ ഫേക്കിംഗ് പെർഫെക്ഷൻ അല്ലെ. പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ പൂർണ്ണത, അതായത് പൂർണ്ണത നടിക്കുക എന്ന പെർഫെക്ഷന്റെ ശരിക്കുള്ള മലയാളം. അതിനേക്കാൾ ബെറ്റർ അല്പം തെറ്റുകളൊക്കെ ഉണ്ടാക്കുന്നതാണ് അല്ലെ. അപ്പൊ അത് ഞാനിപ്പോ എന്റെ ബുക്കായാലും വേറെ എന്തെങ്കിലും സംസാരത്തിലൊക്കെ ഞാൻ പറയുന്നത് മനുഷ്യന്മാരെ നാവാ, പണ്ടൊരു ചൊല്ലുണ്ട്, ഉപ്പും പുളിയും കൂട്ടുന്ന നാവാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെ. ഭാര്യയും ഭർത്താവും പണിയാ പറയാ, ചട്ടിയും കലമില്ല തട്ടിയും മുട്ടിയും കൊണ്ടിരിക്കും എന്നൊക്കെ പറയില്ല. അതുപോലെ അതൊരു തമാശ ഡയലോഗ് ആണെങ്കിൽ പോലും സംഭവം അങ്ങനെയൊക്കെ തന്നെയാണ്. ഭാര്യയും ഭർത്താവിന് ഇപ്പൊ ഏത് ചിലര് പറയാലോ നമ്മൾ ജീവിതത്തിൽ പണിഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ പറയും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ, എന്തായാലും ഭാര്യ എന്ന് പറയുന്നത് ഒരു വേറൊരു കൾച്ചറിൽ നിന്ന് വരുന്നത്, ഭർത്താവ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൾച്ചറിൽ നിന്ന് വരുന്നത്. അപ്പൊ അവിടെ എത്തുമ്പോ ചെറിയൊരു കോൺഫ്ലിക്ട്സ് ഒന്നും ഇല്ലാത്തൊരു ഭാര്യയും ഭർത്താവും ഉണ്ടാവില്ല. അഥവാ അങ്ങനെ ഒന്നും ഇല്ലാന്ന് വെച്ചോളൂ, ഇല്ല ജീവിക്കാൻ അള്ളാഹ് വിടൂല. അവർക്ക് ചുരുങ്ങിയ ആയുസായിരിക്കും കൊടുക്കുക ഏതെങ്കിലും ഒരാൾക്ക് അല്ലെ. എന്നൊന്നും ഓർത്തോർത്ത് കരയാനൊക്കെ, നല്ല ഭർത്താവേനോ, എന്നോട് ഇതുവരെ നോ എന്ന് പറഞ്ഞിട്ടില്ല, എന്നൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് എല്ലാം വാങ്ങി തന്നു, അങ്ങനെ പറഞ്ഞ് കരയാൻ പാകത്തിൽ അവന്റെ ആയുസ് ചുരുക്കി കളയും അല്ലെ. അപ്പൊ അതിൽ നല്ലത് എന്താന്ന് വെച്ചാൽ നമ്മൾ ചില ചില പ്രശ്നങ്ങൾ തട്ടലും മുട്ടലൊക്കെ, മനുഷ്യനാണല്ലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ പോലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് എന്തിനധികം പറയുന്നു, മക്കയിലെ സിംഹം വന്ന് സിംഹത്തിനെ പോലെ പെരുമാറുന്ന ഉമർ ഖത്താബിന്റെ ഭാര്യയെ പോലും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിരുന്നു അല്ലെ. അപ്പൊ അനിയൻ ഭർത്താവ് ആവുമ്പോ അങ്ങനെ ഉണ്ടാവും. ഈ പെർഫെക്ഷൻ വിചാരിച്ച് ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ അപ്പൊ വിചാരിക്കുന്നത് അവർക്ക് PhD എടുക്കണം, ഭർത്താവിന് ഗൾഫിൽ ജോലി വേണം, പിന്നെ ഭർത്താവിന്റെ വീട്ടിലൊരു ദിവസം പോലും നിൽക്കാൻ പറ്റില്ല, പിന്നെ എന്താണ് എന്തിപ്പോ എന്താണ് ഡിഗ്രിയാണ് പിന്നെ പ്രൊഫഷനാണ് അവൾ ആഗ്രഹിക്കുന്നത്, ബിടെക് വേണോ, വക്കീല് വേണോ, ഡോക്ടർ വേണോ, പിന്നെ ബയോടെക്നോളജി വേണോ, അവൾ എന്താണോ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് അള്ളാന്റെ തീരുമാനം, ഉപ്പന്റെ തീരുമാനം, ഉമ്മന്റെ തീരുമാനം, ആരെ തീരുമാനത്തിന് ഒരു വാല്യൂ ഇല്ല അല്ലെ. അവര് വിചാരിക്കുന്ന, അവര് ചിന്തിക്കുന്ന അതേ രീതിയിലുള്ള ഒരുത്തൻ, അങ്ങനെ അല്ലെ. അങ്ങനെ ഒരു ലോകത്ത് അങ്ങനെ ഒരു സംഭവേ ഇല്ല. അവിടെ ഇപ്പൊ നമ്മൾ എങ്ങനെ ഇപ്പൊ പണ്ടൊരു കഥ ഉണ്ട്, രസകരമായ കഥ ഉണ്ട്. ഒരു രാജാവ് മകളോട് ചോദിച്ചല്ലോ, മോളെ നിനക്ക് എന്നോട് എത്ര ഇഷ്ടമുണ്ട്. അപ്പൊ കുട്ടി പറഞ്ഞല്ലോ, ഉപ്പോളം ഇഷ്ടമുണ്ട് ഉപ്പ. അന്ന് ഉപ്പ പണിഞ്ഞല്ലേ, അവൾ ഇനി ഉപ്പ് എന്ന് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്ത ആളിനെന്ന് പറയും. കുറെ വർഷങ്ങൾ പണിഞ്ഞു, അങ്ങനെ എന്തോ ഒരു ആവശ്യത്തിന് രണ്ടാളും നന്നാവുമ്പോ ഉപ്പക്ക് വേണ്ടിയിട്ട് മോള്, രാജാവിന് വേണ്ടിയിട്ട് മോള് ഭക്ഷണം ഉണ്ടാക്കുക, ഫീസ്റ്റ് ഉണ്ടാക്കിയിട്ട് സദ്യ ഉണ്ടാക്കിയിട്ട് വിളിച്ചു ഉപ്പനെ, എന്നാൽ പിണക്കൊക്കെ അണങ്ങിയിട്ട്. അന്ന് ആ കുട്ടി ഒരു സാധനത്തിൽ ഒരു പൊടി ഉപ്പിടരുത് എന്ന് പറഞ്ഞു അല്ലെ. ഭക്ഷണം പാകം ചെയ്യുന്നവരോട് ഒന്നിനും ഉപ്പിടാണ്ടുണ്ടാക്കി ഒരു കുട്ടിയെ ഫുഡ് കഴിച്ചില്ല എന്നാ പറയുന്നത്. കാരണം ഉപ്പില്ലാണ്ട് ആർക്കും തിന്നൂടാ. ഈവൻ തരി കാച്ചിയത് മുതൽ സേമിയ ഉണ്ടാക്കുന്നത് മുതൽ ജ്യൂസ് മുതൽ ഐസ്ക്രീം മുതൽ എല്ലാ സാധനത്തിനും ഒന്ന് തോണ്ടി തെറിച്ച ഉപ്പ് വേണം, എന്നാലാണ് അത് അതിന്റെ പെർഫെക്ഷൻ. തരിയൊക്കെ നിങ്ങൾ കാച്ചിയൊക്കെ ഉപ്പിടാണ്ട് വസ്തുവിനും കൊള്ളില്ല, വരുമ്പോ മധുരടുന്ന സാധനം അല്ലെ. അപ്പൊ അതിന് ഓരോന്നിനും ഓരോന്നിൻ്റെതായ വാല്യൂ ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് അള്ളാഹു ഈ ഭൂമിയിലേക്ക് ഇറക്കി വന്നപ്പോ നമ്മള് കുറെ തജ്വീദ് പഠിച്ച്, അത് പഠിച്ച് മൂലക്കൽ ഇരിക്കല്ല വേണ്ടേ, തജ്വീദ് പഠിച്ചു എനിക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ ഖുർആനും കുറെ തദബ്ബുർ ചെയ്താണെങ്കിൽ തദബ്ബുർകാർക്ക് ആർക്കെങ്കിലും അറിയാത്തവർക്ക് എടുത്തു കൊടുക്കാം. നമ്മുടെ ഫാമിലിയിൽ തന്നെ ചെറിയ ചെറിയ ക്ലാസ്സുകൾ വെക്കാം, ചില ലേഡീസിന് പിന്നെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ടോപ്പിക് എടുത്ത് പഠിക്കാം. ഇങ്ങനെ അല്ലെ, എല്ലാ വിഷയത്തിലും നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയല്ലാണ്ട് ഈ ഒരു ഒറ്റ
പ്രശ്നത്തിലും നമ്മൾ ഈ പെർഫെക്ഷൻ ആഗ്രഹിക്കരുത് അല്ലെ. അപ്പൊ ആ പിതാവ് കണ്ടില്ലേ, എന്റെ മോൾ ഇങ്ങനെ പറഞ്ഞ് ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോ ആ കുട്ടിയെന്ന് നല്ല മറുപടി അപ്പൊ കൊടുത്തത് അല്ലെ. എങ്ങനെ ഇവിടാത്ത ഫുഡ് ആയിരിക്കും കഴിക്കാൻ പറ്റുമോ? അപ്പൊ ഉപ്പൊക്ക് മനസ്സിലായി ഇത് ഉപ്പോളം വരും എന്ന് അറിയുന്നത് ലോകത്തിൽ ഏറ്റവും പ്രധാനമുള്ള സാധനം ഉപ്പാണെന്ന്. അന്നേരം അയാൾക്ക് പഞ്ചസാര വേണേ നമുക്ക് പിന്നെയും മാറ്റി വെക്കാം അല്ലെ. പഞ്ചസാര ഇല്ലാണ്ട് പലതും നമ്മൾ കഴിക്കുന്നു, പക്ഷെ ഉപ്പ് നമുക്ക് ആർക്കും തന്നെ മാറ്റി വെക്കാൻ പറ്റൂല അല്ലെ. അപ്പൊ രണ്ടേ രണ്ട് കാര്യങ്ങളെ ലോകത്തിൽ പെർഫെക്റ്റ് ആയിട്ടുള്ളൂ. ഒന്നെന്താണ്? ഒന്ന് ഖുർആനും സുബ്ഹാനല്ലാഹ് അള്ളാഹു അല്ലെ. അള്ളാഹു ജല്ല ജലാലി, ഇത് രണ്ടാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള. ആ അപ്പം പിന്നെ പൂർണ്ണതക്ക് വേണ്ടി പിന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്തിന്റെ വാല്യൂ നിങ്ങൾ മനസ്സിലായില്ലേ. നമ്മൾ ഒരുവിധമൊക്കെ ചെയ്തിട്ട്, അതുപോലെ ചിലർ കാണാൻ അടുക്കള ഫുള്ളി ക്ലീൻ ഔട്ട് ചെയ്യാണ്ട് പോലും വരൂല അല്ലെ. അടുക്കളന്ന് ഇപ്പൊ ആരെങ്കിലും ഒരു 3 മണിക്ക് ഒരു മയ്യത്തിനെ കാണാൻ പോവുക, അല്ലെങ്കിൽ ഒരു 11 മണിക്ക് നിക്കാഹുണ്ട് നിങ്ങൾ വരണം ഇന്ന സ്ഥലത്ത് എത്തണമെന്ന് പറഞ്ഞാൽ ഒരു അടുക്കള ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് പുറത്ത് വരൂല അല്ലെ. അപ്പൊ നമുക്ക് അവിടെ അടുക്കളയാണോ വലുത്, ക്ലീനിങ് ആണോ വലുത്, പോക്കാണോ വലുത്? ഒരാളോട് വാക്ക് പറഞ്ഞ വാക്കുക അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടതാ. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എല്ലാ അടുക്കള പാത്രങ്ങളൊക്കെ ഒന്ന് വെള്ളം പാർന്ന് മാറ്റി വെക്കുക, അല്ലെങ്കിൽ കറിയും പിന്നെ എല്ലാം കൂടി മീനും എല്ലാം കൂടി ഒരു വല്ലാത്തൊരു മണം വരും കിച്ചണിലേക്ക് വരുമ്പോൾ. അതൊക്കെ ഒന്ന് വെള്ളം പാർന്ന് ജസ്റ്റ് ഒന്ന് കുലുക്കി കഴുകി മാറ്റി വെച്ച് നല്ലോണം പിന്നെ റേക്ക് മുഴുവൻ തുടച്ചിട്ടിട്ട് നമുക്ക് പോകാം അല്ലേ. ഇനിയിപ്പൊ ആരെയും കയറി വന്നാ എന്താ, എപ്പോഴായാലും ഏതവസ്ഥയിലും നമ്മളിപ്പോ ഒരു രാത്രി മരിക്കാന്ന് വിചാരിച്ചോളൂ. അപ്പൊ അന്ന് തലേ ദിവസം രാത്രി നമുക്ക് തലവേദനയായിട്ട് പാത്രം കഴുകാൻ പറ്റില്ല എന്ന് വിചാരിച്ചോളൂ. അപ്പൊ അന്ന് ആ മരിക്കുന്ന രാത്രി ആയിരിക്കും ചിലപ്പോ പാത്രം. അപ്പൊ ആരെങ്കിലും വന്നിട്ട് കഴുകും? ആരെങ്കിലും കണ്ടാലോ ആരെങ്കിലും കേട്ടാലോ? കേട്ടോട്ടെ, എനിക്ക് പറ്റായിട്ടാണെന്ന് എനിക്കറിയാം. ഒരു കാരണത്തില്ലെങ്കിലും നീ ഒരു കുറ്റം പറയാത്ത ഏതെങ്കിലും ഒരു ബന്ധു വന്ന് അവിടെ ക്ലീൻ ആക്കും അല്ലെ എന്ന് വിചാരിച്ച നമുക്ക് എല്ലാ ദിവസവും ഇതുമ്മ കിടന്ന്. അധികം പെണ്ണുങ്ങളെ സ്ഥിതി എന്താ വെച്ചാൽ ഭർത്താക്കന്മാരെ ഓഫീസ് കഴിഞ്ഞ് ഷോപ്പ് കഴിഞ്ഞ് പല കഴിഞ്ഞ് കുറെ ഫോണിൽ കളിച്ച് നിസ്കാരം കഴിഞ്ഞെല്ലാം വന്ന് കിടന്ന് ഓല കിടത്തോ ഓല മൂടൊക്കെ പോയി ഓല ഇറങ്ങി കൂർക്കം വലിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് വലിയ കിച്ചണിന്ന് വരിക അല്ലെ. അങ്ങനെ ഒരു സിസ്റ്റേ ഇല്ല ശരിക്കും. അല്ലെ, അവര് കിടക്കുമ്പോ തന്നെ നമ്മൾ കിടക്കണം. അതുപോലെ കുറച്ചെല്ലാം കഴുകിയേക്കുക, കുറച്ചൊക്കെ മാറ്റി വെക്കുക, കാരണം ക്ലീൻ ആക്കിയിടുക. മീനും പച്ചക്കറിയൊക്കെ ഉള്ളത് മാറ്റി വെക്കുക. സാമ്പാറൊക്കെ പുറത്തിട്ട് കഴിഞ്ഞാൽ വല്ലാത്ത മീനിനെക്കാൾ വേണം അല്ലെ. അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടച്ച് ചെയ്ത് ക്ലീൻ ആക്കി കൈയും കാലം കഴുകി മേലെ കഴുകിയിട്ടാണ് നല്ല ഡ്രസ്സും ചെയ്ത് വന്ന് കിടക്കുക അല്ലെ. അതാണ് നമ്മുടെ ഒരു ഭാര്യ. ഇതിപ്പോ എല്ലാ ദിവസം 30 ദിവസം ഇങ്ങനെ ആയാൽ പിന്നെ മൂപ്പര് വെയിറ്റ് ചെയ്ത് മൂപ്പര് ഉറങ്ങും അല്ലെ. അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞ് ആ ലൈഫേ എന്താവും, ഒരു കണക്ടിവിറ്റി ഇല്ലാണ്ടായി പോവും. മനസ്സിലായില്ലേ? അപ്പൊ അവിടൊക്കെ എന്തായി? പെർഫെക്ഷൻ. അവിടെ കിച്ചൺ പെർഫെക്ഷൻ ആണ് അവര് നോക്കുന്നത് അല്ലെ. നമ്മളെ ദാമ്പത്യ ജീവിതത്തിന്റെ പെർഫെക്ഷൻ അല്ല, കിച്ചൺ പെർഫെക്ഷൻ ആണ് അവിടെ നോക്കുന്നത്. എന്ത് പെർഫെക്ഷൻ? നമ്മൾ എത്ര കേറ്റണ്ട കിച്ചണും ലോണ്ടറി ബാസ്ക്കറ്റും ഒരിക്കലും ഓഫായി കിടക്കൂല അല്ലെ. എന്ന് ഫുള്ളെടുത്ത് വാഷിംഗ് മെഷീനിൽ അലക്കിന്ന് വിചാരിച്ചോളി. നമ്മളെ കുളിച്ചുണ്ടാവും, ഹസ്ബൻഡ് കുളിച്ചാൽ ഹസ്ബൻഡിന് തുണി ഉണ്ടാവും, ഷർട്ട് ഉണ്ടാവും, മനിയുണ്ടാവും, അത് വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ചെറിയ മക്കളുള്ള വീടാണെങ്കിൽ അന്നേരം ഉണ്ടാവും 3 മണിക്ക് ഒരുത്തന് ചോറിന് പോതി, 4 മണിക്ക് ഒരുത്തിക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ പോതി. അപ്പൊ ആ ചട്ടി കലം തവ അങ്ങനെ അതവിടെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇതൊന്നും മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്നത്ര ചെയ്യുക. എന്നിട്ട് ബാക്കി അങ്ങോട്ട് ശ്രദ്ധിക്കാണ്ട് അവിടെ ഇട്ടൊക്കെ അവിടെ നിന്നൂട്ടെ. ഇനിയിപ്പൊ എന്താക്കാൻ, നമ്മളെ പണിയെടുക്കുക എന്നുള്ള ഒരു മൂട്ടാണ് ഇവിടെ ഏറ്റവും ബെറ്റർ. ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ ഒരു കഥയാണ്. 2 ഫ്രണ്ട്സുകൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോ അവനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് പിന്നെ നീ നമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു പിന്നെ എന്നൊക്കെ പറഞ്ഞില്ലല്ലോ, എന്താണ് സക്സസ് ആയോ, എന്റെ ചാനലിന്റെ ലിങ്ക് ഒന്നും കൊണ്ടാ ഞാൻ കാണട്ടെ എന്നാണ്. അപ്പൊ ഞാൻ അന്ന് നോക്കി, പിന്നെ 2-3 പ്രാവശ്യം അതിന് സ്ക്രിപ്റ്റ് ചെയ്ത് നോക്കി, എന്നിട്ട് കീറിട്ടാളിന് സ്ക്രിപ്റ്റ് ചെയ്ത് നോക്കി കീറിട്ടാളിന് യൂട്യൂബിൽ വീഡിയോ ചെയ്യും, എന്നിട്ട് പെർഫെക്റ്റ് അല്ല, അതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യും, പിന്നെയും ഡിലീറ്റ് ചെയ്യും. അപ്പൊ പിന്നെ ഞാനിപ്പോ എത്രയോ, എനിക്ക് 2000-3000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പെർഫെക്ഷൻ നോക്കിയ ഓന് അതുവരെ ഒന്നും ചെയ്യുന്നില്ല, ചെയ്യാനായിട്ട് ശ്രമങ്ങളൊക്കെ പാളിപ്പോയി, കീറിട്ട് ഓന്റെ മണിക്കൂറുകൾ നഷ്ടപ്പെട്ടു. ഓൻ യൂട്യൂബിൽ ആരുമല്ല, ബിഗ് സീറോ ആണ്. പക്ഷെ ഈ മോശമായ രീതിയിൽ ചെയ്യുന്ന ഒരു ഫ്രണ്ട് 11 വർഷത്തെ കഴിഞ്ഞിട്ട് ഇവർ കണ്ടുമുട്ടുക. അപ്പൊ ചോദിച്ചപ്പോ പറയുന്ന കാര്യമാണിത്. അപ്പൊ ഈ മോശം അത്രക്കൊന്നും വലിയ പെർഫെക്റ്റ് അല്ലാണ്ട് ചെയ്തവൻ ഭയങ്കര പബ്ലിസിറ്റി, ഭയങ്കര പേരുമായി, അവന് ഭയങ്കര പിന്നെ എന്തായി യൂട്യൂബറായി മാറി. അപ്പം ഈ പെർഫെക്ഷൻ നോക്കുന്നതോടുകൂടി നമ്മൾ പുറകോട്ട് പോകും എന്നുള്ള കാര്യം. ഈവൺ ഈ യൂട്യൂബിന്റെ വിഷയം മറ്റുള്ള വിഷയമൊന്നുമല്ല. അല്ല, ഖുറാനായാലും ഹദീസായാലും ദുആയാലും നിസ്കാരമായാലും ഒക്കെ അതെ. നമ്മൾ ഒരുപാട് പെർഫെക്ഷൻ ആവണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റൂല
വിടൂല. അതാണ് അതിന്റെ അവസ്ഥ. മാക്സിമം ചെയ്യുക. വി ആർ ഓൾ ഹ്യൂമൻ ബീങ്സ് ഇല്ലേ, നമ്മളൊക്കെ മനുഷ്യന്മാരാണ് അല്ലെ. എക്സെപ്റ്റ് അള്ളാഹ്ക്ക് മാത്രമേ എന്തുള്ളൂ, പെർഫെക്ഷൻ ഉള്ളൂ അല്ലെ. അള്ളാഹ്ക്ക് മാത്രമേ പെർഫെക്ഷൻ ഉള്ളൂ, നമുക്കൊന്നും ഇല്ല. നമ്മളത് ചെയ്യുന്നു, നമ്മൾ കഴിയുന്നത്ര. അന്നൊരു ഒരു ഒരു തോട്ട് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് മുന്നോട്ട് നീങ്ങാം അല്ലെ. അതുപോലെ ചില സ്ത്രീകൾ കാണാം, കുട്ടികളെ എക്സാം ഉണ്ടെങ്കിൽ പഠിച്ചോനെ, കുട്ടികളെല്ലാം പഠിക്കുക, ഉമ്മമാരാണ്. അവര് തലകുത്തി നിന്നോനെ ഉറങ്ങാനും വിടൂല, കല്യാണത്തിനും വിടൂല, പോകാനും വിടൂല. അങ്ങനെയൊക്കെ മേനക്കെട്ട് പഠിപ്പിച്ചിട്ട് കുട്ടി എന്തെങ്കിലും 2 പ്രോബ്ലം തെറ്റിച്ച കുട്ടീന്റെ പെർസെന്റേജ് 90-ലേക്കോ 70-ലേക്കോ 80-ലേക്കൊക്കെ വന്നിരിക്കുക. അതേസമയം അടുത്ത വീട്ടിലൊരു പെണ്ണുങ്ങളുണ്ട്, അവളെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവൾ കുട്ടീനെ പഠിപ്പിക്കും, കഴിയുന്നൊക്കെ പഠിപ്പിക്കും. എല്ലാ കല്യാണത്തിനും പോകും, എല്ലാ വിരുന്നിനും പോകും, എല്ലാ ലീവ് എടുക്കും. പരീക്ഷ പോക്ക് കഴിയുന്ന അത്ര മതി, കുട്ടിയല്ലേ, മാർക്ക് അത്ര മതി. അങ്ങനെ എഫേർട്ട് എടുത്ത് പഠിപ്പിച്ചു. പക്ഷെ ആ കുട്ടിന്റെ മാർക്കും ഈ 24 hours തലകുത്തി നിന്ന് ഉമ്മന്റെ കുട്ടീന്റെ മാർക്കും ചിലപ്പോ അതിനേക്കാൾ കുറവായിരിക്കും ആർക്ക്, ഈ തലകുത്തി നിന്ന് പഠിപ്പിച്ച ഉമ്മന്റെ കുട്ടിക്ക് അല്ലെ. കുട്ടിക്ക് യാതൊരു എന്റർടൈൻമെന്റും ഇല്ല സ്കൂൾ ലൈഫിൽ എന്ന് പറയുന്നത്. അവരെങ്ങനെ ഫുൾ പ്രഷർ കൊടുത്ത് പഠിപ്പിക്കുക. അപ്പൊ ആ കുട്ടിക്ക് വേറെ ഒന്നും കുട്ടിക്ക് തിരിയുന്നില്ല. കുട്ടീന്റെ തലയിൽ മുഴുവൻ പഠിപ്പ്. അപ്പൊ ആൻസർ ഒക്കെ എഴുതുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാല് മാറിക്കഴിഞ്ഞാല് മാർക്കും പോകും അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി പൂർണ്ണതയ്ക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും കാത്തു നിൽക്കരുത്. അല്ലെ, ബിക്കോസ് ആഗ്രഹിക്കാം അല്ലെ. ഇപ്പൊ ഈ യൂട്യൂബറെ പോലെ ഇപ്പൊ ഖുർആൻ ഓക്കെ, ഖുർആന് പഠിക്കാനാണ് നമ്മൾ ഇപ്പോൾ ഇറങ്ങുക. ടുഡേ ഇസ് ദ ബെസ്റ്റ് ഡേ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുക. അതുപോലെ തന്നെ ദാവാ പ്രവർത്തനങ്ങളാണെങ്കിലും ഇനി ചാരിറ്റി ആണെങ്കിലും ആദ്യം ഒന്ന് ഇസ്തിഖാറ സ്കെച്ച് 2 റക്അത്ത് ഇസ്തിഖാറ സ്കെച്ച് ദുആ ചെയ്ത് അങ്ങോട്ട് ഇറങ്ങുക തന്നെ. അതോടുകൂടി നമുക്ക് എന്ത് പറ്റും, പിന്നെ ബെറ്റർ ആവാൻ പറ്റൂലേ. അങ്ങനെ ക്രമേണ ബെറ്റർ. അപ്പൊ സമയം പിന്നെ ഓവറായതുകൊണ്ട് ഇനിയും നിർത്തുന്നു. കുറച്ചും കൂടെ പറയാനുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ അതേ വിഷയം തന്നെ ആണെന്ന് തോന്നുന്നു, ഒരു സാഹോദര്യ വിഷയം തന്നെയാണ് ഉമൈമത്ത് എടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഉമൈമത്ത് പറയുന്നു വിചാരിക്കുന്നു. ഇന്നൊരാള് ലീവ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ കയറിയിട്ടുള്ളത്. നമ്മുടെ ഗ്രൂപ്പിലെ 3rd ബാച്ചിലത്താണെന്ന് തോന്നുന്നു. ഉമൈമത്താണ് ഇനി അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ്. വബില്ലാഹി തൗഫീഖ്. ഉമൈമത്തിനെ ആദരപൂർവ്വം മിഷ്കാത്ത് ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. എന്തായി? അല്ല, ഒന്നുമില്ല. ഞാൻ രണ്ടാഴ്ച പറയാൻ ഇനിയിപ്പം ഒരുപാട് പറയാണ്ടാവുമ്പോ നിങ്ങൾ മുഴുവനാക്കിക്കോളി. കുറച്ച് സമയമല്ലുള്ളൂ. 3:30 വാങ്ങി കൊടുക്കുമല്ലോ. രണ്ടാഴ്ച പറഞ്ഞോളാം ഇൻഷാല്ലാ. അങ്ങനെയാക്കിയാലോ? കുറച്ചും കൂടെ ഉണ്ട് അല്ലേ. ആയിക്കോട്ടെ. അപ്പൊ ഞാൻ തന്നെ എടുക്കുകയാണ്. ഒരാള് ലീവായതിന് പകരക്കാരിയായിട്ടാണ് ഞാൻ കയറിയത്. അപ്പൊ പറഞ്ഞു വന്ന് നോക്കുമ്പോ കുറച്ച് വലിയ ടോപ്പിക് തന്നെ. ഞാൻ ചെറിയ ടോപ്പിക്കാന്ന് വിചാരിച്ചായിരുന്നു എടുത്തത്. ഇൻഷാ അല്ലാഹ്. അപ്പം അണ്ടർസ്റ്റാൻഡ് ദിസ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. നമുക്ക് നാളേക്ക് എന്നുള്ള ഒരു ഡേ ഇല്ല, ഇന്നേ ഉള്ളൂ. ഇന്നാണ് ടുഡേസ് ദി ബെസ്റ്റ് ഡേ. ഇന്ന് തന്നെ സ്റ്റിവാറസ്കേക്ക് എന്ന് തന്നെ തുടങ്ങാം. ഇനിയിപ്പോ സ്പീച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അവർക്ക് സ്പീച്ച് ചെയ്യാം. അതിനിപ്പോ ഇനി കുട്ടികൾ പോകാനോ മറ്റോള് പ്രസവമൊക്കെ വന്നാൽ 1 മാസമൊക്കെ നിങ്ങൾക്ക് എന്തായാലും പറ്റൂല കേട്ടോ. അത് ഞാൻ പറയുന്നില്ല. അങ്ങനെ സില്ലി കാര്യങ്ങളും പറഞ്ഞിട്ടില്ലേ. ചിലപ്പോ സ്ഥിരമായിട്ട് പോണ ഖുർആൻ പരീക്ഷകൾ അതും ഇതൊക്കെ ഉണ്ടാവും. ചിലപ്പോ അതൊന്നും മാറ്റി വെക്കേണ്ടി വരും. എല്ലാം കൂടെ നമുക്ക് എന്തായാലും ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ എല്ലാം കൂടെ പറ്റൂല. ഏതെങ്കിലും 1-2 കാര്യങ്ങളല്ലാണ്ട് ചിലരെ എല്ലാ കാണുന്ന ക്ലാസ്സിലും പറഞ്ഞു കയറും. എന്നിട്ട് എല്ലായിടത്തും പഠിക്കുകയും എഴുതുകയും ചെയ്യും. പക്ഷെ ഒന്നും ബ്രെയിനിൽ ഉണ്ടാവില്ല. ആ ഒരു കോലത്തിലേക്ക് നിങ്ങൾ ഒരിക്കലും മാറിപ്പോകരുത്. നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ നമുക്കൊരു ക്ലാരിറ്റി വേണം. അത് ഒരുപാട് പിന്നെ ലോഡാവുമ്പോൾ കണ്ടില്ലേ, ബുഫേ ഫുഡ്. നമ്മൾ ബുഫേ ഡിന്നറിന് എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു സ്വന്തം റിലേറ്റീവ് ഒരു രാത്രി ഒരു സൽക്കാരം വിളിച്ചു. അവിടെ ഇല്ലാത്തതായിട്ട് ഒരു സാധനം, വീട്ടിലാ സൽക്കാരം, എന്തൊക്കെയോ ഉണ്ട് സാധനങ്ങൾ. അങ്ങനെ ഇതെല്ലാം കണ്ട് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വെച്ചാൽ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്. ഞാൻ പറയാം, ഒന്നിനെ കുറിച്ചിട്ട് ഒരു അഭിപ്രായം പറയാൻ നിർത്തില്ല. ആ കോലത്തിലായിരുന്നു ഫുഡ് അല്ലേ. നമ്മൾ ഒരു ബിരിയാണി, ഒരു വെറുംചോറ്, ഒരു ജസ്റ്റ് ഒരു ചപ്പാത്തി അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനെ കുറിച്ചിട്ട് അഭിപ്രായം പറയാം. അതിനൊരു ടേസ്റ്റ് നമ്മളെ വായിൽ നിൽക്കും. ഇത് റെയിൽവേ ഗേറ്റ് തുറന്ന പോലെ, റെയിൽവേ ഗേറ്റ് തുറന്നാല് ലോറി പോവും, റാളി പോവും, സ്കൂട്ടർ പോവും, കാറ് പോവും, ഓട്ടോറിക്ഷ പോവും, കംപ്ലീറ്റ് വാഹനങ്ങൾ വരും അല്ലെ. അതുപോലെ നമ്മൾ ഫുഡ് കണ്ടാൽ തന്നെ മതി, കഴിച്ചിട്ടില്ലെങ്കിൽ കണ്ടാൽ തന്നെ നമുക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അതുപോലെ ആകരുത് നമ്മൾ ഒരിക്കലും. എല്ലാ കോഴ്സിലും ചെന്ന് എല്ലാം പോയി പഠിച്ച് എല്ലാത്തിലും കൈയിട്ട് അതിന്റെ ആവശ്യമില്ല. ചെയ്യുന്ന വ്യക്തിക്ക് ചെയ്യണം. എനിക്കൊക്കെ പരീക്ഷയ്ക്ക് എഴുതുകയാണെങ്കിലും പഠിക്കുകയാണെങ്കിലും ആ വിഷയത്തിൽ നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ള ആരെയും ചോദിച്ചാൽ നമുക്ക്
നമുക്ക് പറയാൻ കിട്ടണം അല്ലെ. അല്ലാണ്ട് ഇപ്പൊ ഞാൻ അമ്മ ജ്യൂസ് എടുക്കുന്ന അതിലുണ്ട്, ബക്കറ എടുക്കുന്നു ബക്കറയിലും ഉണ്ട്, പിന്നെ ഫതഹ എടുക്കുന്ന അതിലും ഉണ്ട്. അങ്ങനെ ഒരു പേരിന് വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ പഠിക്കരുത്. പഠിച്ച വിഷയങ്ങൾ നിങ്ങളെ ബ്രെയിനിൽ വേണം, മനസ്സിലാവണം, കാര്യങ്ങൾ ബോധ്യപ്പെടണം, നിങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. പിന്നെ ഇങ്ങനത്തെ ഉള്ള പ്രശ്നത്തിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന മെയിൻ OCD-ക്കാരാട്ടോ. OCD-ന്റെ ഒരു ഇല്ലാത്തൊരു വെറൈറ്റിയാണ് ഈ പെർഫെക്ഷൻ എന്നുള്ളത്. അവർക്ക് ഒരു മനസ്സമാധാനവും തൃപ്തി ഉണ്ടാവില്ല അല്ലെ. കഴുകിയ തന്നെ കഴുകി, തുടച്ച തന്നെ തുടച്ച്, വാതിൽ എനിക്ക് കുറ്റി. പറയാനുള്ളതാണ് ടീച്ചറെ. ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ആയി പോകരുത് അല്ലെ. അത് ഞാൻ OCD-നെ പറയുന്നു, ഞാൻ എനിക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ അതും ഇതിന്റെ ഒരു ഭാഗമാണെന്നുള്ളത് കൊണ്ട് പറഞ്ഞു. പക്ഷെ അവർക്ക് ഒരു ഞാൻ തമാശ പറഞ്ഞതാ. ഏഹ് ഞാൻ തമാശ പറഞ്ഞതാണ്. പറഞ്ഞോളി, പറക്കി. അപ്പൊ അങ്ങനെ അല്ലെ, OCD ഉള്ളവർക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അവര് കുളിച്ച് ഭയങ്കര വൃത്തി കുളിക്കും. എന്നിട്ട് അലമാരിയിൽ ഉണ്ടാവും ഡ്രസ്സൊക്കെ അങ്ങനെ അയൺ ചെയ്ത് വൃത്തിക്ക് വെച്ചിക്കണം. അപ്പൊ അവർക്ക് ഒരു നല്ല ഡ്രസ്സും അതിൽ നിന്ന് എടുത്തിടാൻ തോന്നൂല. അവർക്ക് ഇത് ഇട്ടാൽ അത് കേടായി പോകില്ല, അത് ഇട്ടാൽ അത് ചുളിഞ്ഞു പോകില്ല, അതിന്റെ ഇസ്തിരി പോകില്ല, എന്നാ പിന്നെ ആവട്ടെ ഏതെങ്കിലും പഴയത്. അപ്പൊ നിങ്ങൾ അവരെ കണ്ടി ഭയങ്കര വൃത്തിയുള്ളവരെ കാണാൻ ഒരു നീറ്റും ഉണ്ടാവില്ല അല്ലെ. അതാണ്. അപ്പൊ നമ്മളൊന്നും അതുപോലെ ആകരുതില്ലേ. ഒരുപാട് പ്രതീക്ഷകൾ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ ലൈഫിൽ ഇല്ല. കുറച്ച് കിട്ടിയതുണ്ടെങ്കിൽ അത് ബർക്കത്ത്, അൽഹംദുലില്ലാ, റാഹത്ത് എന്ന് വിചാരിച്ചിട്ട്. അതുപോലെ തന്നെ ചില ആളുകൾ എത്ര പൈസ ഉണ്ടെങ്കിലും ഒരു 500-600 കൊടുത്ത് വീട്ടിലൊരു പണിക്കാരത്തിനെ വെക്കൂല അല്ലെ. നമുക്ക് പൈസ, മക്കള് ഗൾഫിൽ നിന്ന് അയക്കുന്നുണ്ട്, അമേരിക്കയിൽ മോൻ എഞ്ചിനീയർ ആണ്, അപ്പുറത്ത് മോന്റെ ഭാര്യ ഡോക്ടറാണ്, ഹസ്ബൻഡിന് എത്രോ ഗുദാമിന്റെ വാടക ഉണ്ടെന്നാലും പണിക്ക് ആളെ വെക്കൂലേ. വലിഞ്ഞ് സ്വന്തം ചെയ്ത് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് എന്തിനാണ് ആളെ വെച്ചൂടെ. അപ്പൊ ഒരു പറയുന്ന എക്സ്ക്യൂസ് എന്താന്ന് വെച്ചാൽ അവർ ചെയ്താൽ നന്നാവൂല. ആക്ച്വലി കറക്റ്റ് ആണ്. ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ വരുന്നതൊക്കെ പലതും പറയുന്ന ചക്ക എന്ന് പറയുമ്പോൾ മാങ്ങ എന്നാ കേക്കല്. പക്ഷെ ഞാൻ അവരെ കുറ്റം പറയില്ല കേട്ടോ. അവരുണ്ടായിട്ടാണ് നമ്മളെ ഇബാദത്തുകളൊക്കെ വൃത്തിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഒരു വാഷ് ചെയ്ത് കുറേ അങ്ങോട്ട് മല പോലെ കൊണ്ടുപോയിട്ട് ഒന്ന് മടക്കൂടെ എന്ന് പറഞ്ഞാൽ അതൊരു മടക്കി തരൂ. നമുക്ക് അലമാരിയിൽ വെച്ചാൽ മതി അല്ലെ. മുറ്റം വല്ലാണ്ട് നാറിക്കിടക്കണം, ഒന്ന് നന്നാക്കി അടിക്കണേ, എന്ന് നല്ലോണം ഒന്ന് പുല്ല് പറിക്കണേ എന്ന് ഒരു പുല്ല് പറിച്ചു തരും. ചിലപ്പോ ആ വരമല് ഈ പണി എടുക്കുന്നവര് പെർഫെക്ഷനിസ്റ്റിന്റെ വിചാരം എന്താ വെച്ചാൽ ആ ഒരു വിചാരിച്ച വരമല് ചിലപ്പോ ആകെ അടിച്ചേരി കഴിഞ്ഞാൽ ചിലപ്പോ ഒരു ഇത്തിരി മണ്ണുണ്ടാവും. അതിപ്പോ നമ്മളെ കുട്ടികൾ, എന്റെ മക്കളെ അടിച്ചേരാനൊക്കെ ചിലപ്പോ അങ്ങനെ ആക്കി, വലിയ കുട്ടികളെ അല്ലെ. അത്രക്കൊന്നും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യും പോലെ ഒന്നും ഇപ്പൊ വരുന്നവർക്ക് ചെയ്യാൻ പറ്റൂല. ഞാൻ എന്താക്കുന്നറിയോ, ഇവർ പോയി കഴിഞ്ഞാൽ അവരത്തിലുള്ള എന്തെല്ലാം ഫോൾട്ടുകൾ ഉണ്ട്, അത് ഞാൻ കറക്റ്റ് ചെയ്യും അല്ലേ. ചിലപ്പോൾ അവർ ഏതെങ്കിലും ഒരു ടേബിൾ തുടച്ച ടേബിളിന് ഒരറ്റത്ത് പോയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ബേസിൻ കഴുകാൻ പറഞ്ഞാൽ കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ അവർ ചെയ്ത ഫോൾട്ടുകൾ ഞാൻ ചെയ്തും, പക്ഷെ ബാക്കിയെല്ലാം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും അല്ലെ. എന്നിട്ട് പിറ്റേന്ന് പറയാം എല്ലാം ചെയ്തതൊക്കെ നന്നായിന് കേട്ടോ, പക്ഷെ എനിക്കത് മറന്നുപോയി, പിന്നെ ഞാൻ അങ്ങോട്ട് കഴിയിട്ടോ, പിന്നെ സുധയാ സാറല്ലേ ഞാൻ കഴുകിയെന്ന് പറയും. അപ്പൊ ഒക്കെ ഒരു വിഷമവും ഇല്ല. പക്ഷെ ഒക്കെ മനസ്സിലായി അതിങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് ഇതിനകത്ത്. അപ്പൊ പറഞ്ഞിട്ട് ഞാൻ കഴുകിയില്ല എന്നൊക്കെ മനസ്സിലാവുകയും ചെയ്ത്. എനിക്ക് അത് കാരണം ഒരുപാട് സമയം കിട്ടിയില്ലേ. ഒരു 11 മണി സമയത്ത് കൈലൂല്യത്തിന്റെ ഉറങ്ങാം, നിസ്കരിക്കാം, ദുആ ചെയ്യാം, ഒരുപാട് ഖിറാഅത്ത് ഓതിയിട്ട് നിസ്കരിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയില്ലേ. ക്ഷീണമില്ല. അങ്ങനെ അപ്പൊ തേങ്ങ അരണ്ടിത്തം നമുക്ക് വേഗം കറി ഉണ്ടാക്കണമെങ്കിൽ മിക്സിയിൽ ഒഴിച്ചാൽ മതി, മീൻ മുറിച്ചെന്നാൽ അത് കറി വെക്കാൻ എളുപ്പമാണ്. എന്തിനാണ് ഒരുപാട് പൈസയും വെച്ച് നമ്മൾ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുന്നതിന്റെ ആവശ്യമുണ്ടോ. ഒരുപാട് കിച്ചണിൽ നിന്നെന്ന് വെച്ചിട്ടൊന്നും ആർക്കും ആരോഗ്യം ഉണ്ടാവില്ല കേട്ടോ. ആരോഗ്യം വേണമെങ്കിൽ എക്സസൈസ് തന്നെ ചെയ്യണം. ഈവൻ ഈച്ച് വൺ എവരി പാർട്ട്, നമ്മളെ ഓരോ അവയവത്തിനും എക്സസൈസ് ആവശ്യം. എക്സസൈസിന്റെ ക്ലാസ് ഒരു ദിവസം ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാ അവയവത്തിനും, എല്ലാത്തിനും, കണ്ണായാലും കാതായാലും ചെവിയായാലും കഴുത്തായാലും മുടിയായാലും എല്ലാത്തിനും എക്സസൈസിന്റെ ആവശ്യമുണ്ട് അല്ലേ. അപ്പൊ അതാണ് നമുക്ക് ഏറ്റവും ചെയ്യേണ്ടത്. അല്ലാണ്ട് വീട്ടിലെ പണി മുഴുവൻ, എനിക്ക് മാസത്തിൽ 50,000 റുപ്യന്റെ പുറത്ത് വാടക ഉണ്ട്, പെൻഷൻ ഉണ്ട്, ഹസ്ബൻഡിനുണ്ട് പെൻഷൻ, അതുണ്ട് ഇതുണ്ട്, ടീച്ചറേനും റിട്ടയർഡ് പ്രിൻസിപ്പാളാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ കഴിയുന്ന പോലെ ഒരാളെ വെച്ചിട്ട് കുറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, ബാക്കി നമ്മളും ചെയ്യുക. നമ്മളെ ഹെൽത്ത് നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്ത് ആരോഗ്യത്തോടു കൂടി നടക്കാൻ ശ്രമിക്കുക അല്ലെ. ഒരു 60-80 വയസ്സായിട്ടും നല്ല ആരോഗ്യ ഒരാളാ, ഒരുപാട് അമല് ചെയ്യുന്നുണ്ട്, അയാൾക്ക് കിട്ടുന്ന കൂലി ആരോഗ്യമില്ലാത്ത മനുഷ്യന് കിട്ടും? ഒരിക്കലും കിട്ടൂല അല്ലെ. അപ്പൊ നമ്മൾ ആരോഗ്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കുക. സവര് വരാനുണ്ടെങ്കിൽ നമുക്ക് രാവിലെ എണീറ്റ് പാത്രത്തിന്റെ വൈത്തലും മുറ്റടിക്കാനും ചെടി നനക്കാനും ഒന്നും ഓടേണ്ട ആവശ്യമില്ല അല്ലെ. നമുക്ക് എക്സസൈസ് ചെയ്ത് നിസ്കരിച്ച് ഒന്ന് വേണമെങ്കിൽ റെസ്റ്റ് എടുത്ത് ഒന്ന് കിടന്ന് എന്നിട്ടൊക്കെ കിച്ചണിലേക്ക് വന്നാൽ മതി അല്ലെ. അങ്ങനെ ഈ പിന്നെ പണിക്ക് ആളെ, വീട്ടിലെ ആളെ മേടിനെ വെക്കുന്നത് കൊണ്ടല്ല ഒന്ന് പിന്നെ ഹൗസ് ക്ലീനിങ്, വീട് വൃത്തിയായി കിട്ടും ഇല്ലെ. എത്രയും ഈ 2-3-4 ബെഡ്റൂമുള്ള വീടൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് വൃത്തിയാക്കാന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം
ആളുണ്ടെങ്കിൽ ആൾ കൊണ്ട് തന്നെ കഴിപ്പിക്കാൻ അല്ല വൃത്തിയാക്കാൻ ശ്രമിക്കുക. 2 സിയാദത്തുൽ ഇബാദ, നമ്മളെ ഇബാദത്തിൽ വർധനവ് ഉണ്ടാവും അല്ലെ. 3 നോ ടെൻഷൻ, നമുക്ക് ഒരു ടെൻഷനും ഇല്ല അല്ലെ. ഞാൻ കൊടുക്കുന്നത്, ഞാൻ അവിടെ സാലറി കൊടുക്കുന്നതുകൊണ്ട് അവരുടെ ഫാമിലി പിന്നെ അവരുടെ ഫാമിലി എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു. ഇപ്പൊ ഈ അടുത്ത മാസത്തെ ശമ്പളം കണ്ട് ഈ മാസം അവർക്കൊരു പൈസ കൂട്ടി മിക്സി വാങ്ങാനോ എന്തെങ്കിലുമൊക്കെ പിന്നെ പറ്റും. പിന്നെ അവരുമായി നമ്മളൊരു ബോണ്ട് ഉണ്ടാക്കി വെച്ച ഒരു സ്നേഹരൂപേണ നല്ല രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ അവര് കൽബ് പറിച്ചു തരുന്ന പോലെ നമ്മളെ സ്നേഹിക്കും. എന്റെ കൂടെ കണ്ടെന്ന് എത്ര കൊല്ലം കഴിഞ്ഞ പണിക്കാര് മേടിനെ കണ്ടാൽ, ഇന്നിപ്പോ ഞാൻ മരിച്ച വീട്ടിൽ പോയപ്പോ ഒരുത്തിനെ കണ്ട് ഭയങ്കര സ്നേഹം. പണ്ടിന്റെ കുട്ടികൾ ചെറുതാകുമ്പോഴൊക്കെ ഭയങ്കര വൃത്തിയില് വെള്ളത്തുണിയൊക്കെ തിരുമ്പി തരുന്നൊരു പാവ കണ്ടപ്പോ ഭയങ്കര സ്നേഹം. എന്താ നമ്മളെ ആ പെരുമാറ്റത്തിന്റെ ഒരു ഇതുകൊണ്ട് അപ്പൊ ഒരു കൈമടക്ക് കൊടുത്തവർക്ക് അതിലേറെ സന്തോഷം പണ്ടാവർ നിന്ന വകയില്ലേ. പിന്നെ അങ്ങനെ അപ്പൊ അവര് സ്നേഹിച്ച് കൊല്ലുമല്ലോ. പറയുന്നൊക്കെ പണിക്കാരത്തി വീട്ടിൽ നിൽക്കുന്ന ആളെ കൊണ്ട് ഒരുപാട് കുറ്റങ്ങൾ, എനിക്ക് മാറ്റം പറയാനേ ഇഷ്ടമില്ല. കാരണം അവരുണ്ടായിട്ടാണ് നമ്മളെ വീട് ഇത്ര നീറ്റ് ആവുന്നതെന്ന് തർക്കിച്ചത് ഒരു തർക്കമില്ലാണ്ട് നമുക്ക് പറയാൻ പറ്റും അല്ലേ. പിന്നെ ബാക്കി വന്ന ഫുഡുകളില്ലേ, ബാക്കി വരുന്ന ഫുഡുകളൊക്കെ നമ്മൾ തന്നെ കഴിച്ച് നമ്മൾ ആരോഗ്യം കേടാക്കണ്ട. അവർക്ക് അത് ആവശ്യക്കാരാണ്, അവർക്ക് കൊടുക്കാം. പിന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സിന് പോലും നമ്മളോട് ഒരു അറ്റാച്ച്മെന്റ്, നമ്മളവിടെ ചെല്ലുമ്പോൾ എത്ര റെസ്പെക്ട് ആയിക്കല്ല, റെസ്പെക്ട് ആവശ്യം ഉണ്ടായിട്ട് റെസ്പെക്ട് പ്രതീക്ഷിക്കാനും പാടില്ല. പക്ഷെ അങ്ങനെയല്ല, ആ ഫാമിലികൾ തമ്മിൽ ഒരു ബോണ്ട് ക്രിയേഷൻ നടക്കും അല്ലെ. സ്നേഹവും ഒരു ഡിപ്പെൻഡൻസി ഉണ്ടാവും. നമ്മൾ ഏതൊരു അവസരത്തിൽ പെട്ടെന്നൊരു മരണം സംഭവിച്ചു, ആരെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിലാണ്, ഒന്ന് നിങ്ങൾ വരണേ ഫുഡ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ആ നിമിഷം അവരെല്ലാം മറ്റെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ വിളിച്ചാൽ വരും അല്ലെ. അങ്ങനെ ഞാൻ ആർക്കും കൊടുക്കാണ്ട് വെച്ചെന്ന് വിചാരിച്ചോളി, നമ്മുടെ പൈസ, ഡ്രസ്സ്, സാധനം, ഈ പേഴ്സും കൊണ്ട് അല്ലെങ്കിൽ ബാങ്കിലെ അക്കൗണ്ട് പിന്നെ കൊണ്ടൊന്നും എനിക്ക് കബർ പോകാൻ പറ്റുമോ? പറ്റൂല അല്ലെ. അതൊക്കെ ഇവിടെ ഉപേക്ഷിച്ച് പോകണം. ഉപേക്ഷിച്ച് പോകുന്നതോടൊപ്പം എനിക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് നിസ്കരിക്കാനും പറ്റിയിട്ടില്ല, ദിക്റെടുക്കാനും പറ്റിയിട്ടില്ല, നിസ്കാരത്തിൽ കൂടുതൽ ആയത്തുകൾ ഓതാനും പറ്റിയിട്ടില്ല. അങ്ങനെ ഞാൻ ഖബർ പോയി കഴിഞ്ഞാൽ ഖബറിലും പ്രതിഫലമില്ല, ഇവിടെ നാട്ടിലും ആരോഗ്യമില്ല, സമയമില്ല, അങ്ങനെ കണ്ട പ്രശ്നങ്ങളില്ലേ. ആ കെട്ടിപ്പൂട്ടി വെച്ച ഖബറൊന്നും പേഴ്സൊന്നും ഖബറിലേക്ക് പറ്റൂല. അതുകൊണ്ട് അത്യാവശ്യം കഴിവുള്ളവർക്ക്, അല്ലെങ്കിൽ കഴിവില്ലാത്തവർ കടം വാങ്ങി ചെയ്യണമെന്നൊന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അത്യാവശ്യം നല്ല കഴിവുള്ളവർക്കൊക്കെ ആളെ വെക്കാം, ആളെ സ്നേഹിച്ച് നിർത്താം. ഞാനിപ്പോ ഇവിടെ എന്റെ വീട്ടിൽ പണിക്കുന്നവര് വന്നാൽ കുട്ടികളെ മുമ്പൊന്നും ഞാൻ പറയും, എനിക്കൊരു നേരം തിടുക്കത്തിന് വിലക്കേ കിട്ടുള്ളൂ, നിങ്ങളൊക്കെ ഇപ്പൊ ബാംഗ്ലൂർ അവിടെയും ഇവിടെയൊക്കെ പോയി കുത്തി, നിങ്ങളെ കിട്ടൂല. അതൊക്കെ മുമ്പെന്ന് പറയുമ്പോ എനിക്ക് ഭയങ്കര ഒരു ക്രെഡിറ്റ് ആണ്. ഭയങ്കര താത്താന്ന് പറയും, ഇത്താത്ത ഭയങ്കര ഇഷ്ടമാണ് നമ്മളോട് നോല് തന്നെ പറയൂ കേട്ടോ. കാരണം സംഭവം ശരിയാണ്. എനിക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിക്കാഞ്ഞാൽ എന്റെ അക്കത്തുള്ള നാത്തൂനോ അല്ലെങ്കിൽ എന്റെ പണിക്കാരത്തി ആയിരിക്കും ആദ്യം ഓടി വരിക, അവരൊന്നും വരൂല അല്ലെ. അപ്പൊ അങ്ങനെ അവരവിടെ അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഇഷ്ടത്തോടു കൂടി നിൽക്കുകയാണെങ്കിൽ നമ്മളെ സ്നേഹിക്കാനും ആൾക്കാരുണ്ട് അല്ലെ. ഈ പെർഫെക്ഷനിസ്റ്റിനൊന്നും പണിക്കാരത്തികൾ ഒരു പണിയെടുത്താലും പറ്റൂല. അതിനൊക്കെ 100 കുറ്റാ പറഞ്ഞ, അവിടെ പറിച്ചത് നന്നായില്ല, ഇവിടെ ആയത് നന്നായില്ല. ഞാൻ ഒരിക്കലും കുറ്റാക്കിയിട്ടല്ല പറയുമ്പോ ഞാൻ പറയും, അമ്മാള് ചെയ്തപ്പോ നല്ല നീറ്റ് ചെയ്തിട്ടാ, മുറ്റ അടിച്ചോ നല്ലതെന്ന്. പക്ഷെ ഈ ഗ്ലാസ് തുടച്ചപ്പില്ല, ഗ്ലാസ്സിനൊരു വര ഉണ്ടിട്ടാ, ഇന്നിപ്പോ അങ്ങനെ പോട്ടെ, നാളെ ഇന്ന് തുടക്കുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനെ അവരുടെ സ്നേഹത്തിൽ മയത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ പെരുന്നാളിന് എന്ത് ഡ്രസ്സാ വേണ്ടി, ചുരിദാർ വേണോ, സാരി വേണോ, അല്ലെ വേറെ എന്തേ വേണോ, അങ്ങനെ അല്ലേ ചോദിക്കും. ഹിന്ദുക്കളല്ലേ നിങ്ങളെന്തിനാ ഓണത്തിന്, നമുക്ക് പെരുന്നാൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് അവർക്ക് ഓണവും വിഷു ഒക്കെ. അപ്പൊ അതിന് കൊടുക്കണം, നമ്മള് ഓണത്തിന് തന്നെ വാങ്ങി കൊടുക്കണം അല്ലേ. അപ്പൊ അതൊക്കെ ഒരു സ്നേഹത്തിന്റെ ഭാഷയാണ്, സാഹോദര്യത്തിന്റെ ഭാഷയാണ്. അത് അവര് തിരിച്ചറിയും. അപ്പൊ പെർഫെക്ഷൻകാർക്ക് ഇതിനൊന്നും കഴിയില്ല. അവരെ വിചാരം അവർ തന്നെയാണ് പെർഫെക്ഷൻ. അള്ളാഹുവിനില്ല, അള്ളാഹു അസ്സലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പോരായ്മകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും പെർഫെക്റ്റ്ലി സൗണ്ടാണ് അള്ളാഹു അല്ലെ. അള്ളാഹു മാത്രാണ് ലാ ഇലാഹ ഇല്ല അൻത, അള്ളാഹുവെ നീ അല്ലാണ്ട് ആരാധന എന്ന പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുദ്ദൂസ് അല്ലെ, പരിശുദ്ധനും സലാമും പെർഫെക്റ്റും സുരക്ഷിതനും എല്ലാം ആയിട്ടുള്ളത് ഓൺലി അള്ളയാണ് അല്ലെ. പിന്നെ ഖുർആൻ ഹിഫ്ള് ചെയ്യാൻ വിചാരിച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ ഓരോ കാരണങ്ങൾ പറഞ്ഞ ഇപ്പൊ സമയം ശരിയില്ല, കുറച്ച് കഴിയട്ടെ, മോള് പോട്ടെ, അല്ലെങ്കിൽ മോന്റെ പരീക്ഷ കഴിയട്ടല്ലേ, ഹസ്ബൻഡ് ഗൾഫിൽ പോട്ടെ അല്ലെ. ടുഡേ ഇസ് ദ ബെസ്റ്റ് ഡേ ടു സ്റ്റാർട്ട്, തുടങ്ങാനും ബെസ്റ്റ് ഡേ ഇന്ന് തന്നെ അല്ലെ. അതുകൊണ്ട് ഒരിക്കലും നാളെ എന്ന് പറഞ്ഞ ഒരു കാര്യം നീട്ടിക്കൊണ്ടു പോകാതിരിക്കുക. എല്ലാം അതിന്റെ സമയത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇന്നു മുതൽ എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചാൽ ഖുർആനുമായി ബന്ധം തുടങ്ങാം. ഞാനൊക്കെ പല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡേറ്റ് അവിടെ ഫിക്സ് ചെയ്തിടും. അപ്പൊ ഡേറ്റ് ഫിക്സ് ചെയ്തുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഡേറ്റിനോട് ഒരു താതാത്മ്യം പ്രാപിച്ച് അന്നേക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ അങ്ങോട്ട് എത്തപ്പെടും അല്ലെ. ഇൻഷാ അല്ലാഹ് സമയം കുറെ ആയി. അപ്പോ പിന്നെ
ഇപ്പം തന്നെ ബെസ്റ്റ് എക്സാമ്പിൾ പറയാം. ലെറ്റസ് ലുക്ക് അറ്റ് നിങ്ങൾ ഞാൻ നോക്കിയില്ലേ, ഞാൻ സ്പീച്ച് ചെയ്യാൻ തുടങ്ങിയ കാലത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്, സൗണ്ടിൽ വ്യത്യാസമുണ്ട്, പറയുന്നതിൽ എന്തൊക്കെയോ, തജ്വീദ് ഇപ്പോഴും വലിയ കറക്റ്റ് ഒന്നല്ല കേട്ടോ. ഞാൻ തജ്വീദിനെ കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുമില്ല, കാരണം എനിക്കറിയാം എന്താ എനിക്ക് വഴങ്ങുന്നില്ല. കഴിയുന്നത്ര അതിനും ഹംസയും ഫതഹയൊക്കെ ശ്രദ്ധിച്ച് ഓതും എന്നല്ലാണ്ട് അതിലേക്ക് എന്ന് വെച്ച് ഫുൾ കോൺസെൻട്രേറ്റഡ് അല്ല ഞാൻ. കാരണം നമുക്ക് വേറെ എന്ത് വിഷയം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലും അത് ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അൽഹംദുലില്ലാ മാഷാ അല്ലാ ചെറിയ രീതിയിൽ പറഞ്ഞ് ആക്കി കൊടുക്കാൻ പറ്റും. അപ്പൊ ആ കഴിവും വെച്ച് പിന്നെ തജ്വീദിന്റെ പിന്നാലെ പോയി, ഹിഫ്ലിന്റെ പിന്നാലെ പോയി. ഞാനിപ്പോ ഹിഫ്ല് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു നേട്ടം എനിക്ക് മാത്രമാണ്, പക്ഷെ നിങ്ങൾക്കൊന്നും കിട്ടില്ല അല്ലെ. അപ്പൊ ജീവിതത്തിൽ ഒരുപാട് മിസ്റ്റേക്സ് തിരുത്താനും ഒരുപാട് സമയങ്ങളിൽ ഔട്ട് ഓഫ് ടൈം യൂസ്ഫുൾ ആവാനും അല്ലെ ഒക്കെ നമുക്ക് എന്തുകൊണ്ട് പറ്റും, ഈ ഒരു കാര്യം കൊണ്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏത് ഫീൽഡാണോ നല്ലത്, ബെസ്റ്റ്, അത് തെരഞ്ഞെടുത്ത് അത് ചെയ്യാം ഇൻഷാ അല്ലാ. പിന്നെ ചിലര് പറയും കാസർഗോട്ടുകാർ പ്രസംഗിക്കാൻ വന്നാൽ പറയും അല്ലോ നമ്മളെ കാസർഗോഡ് ഭാഷ അതെങ്ങനെയാ പറയല്ലേ, പയ്യോളിക്കാര് പറയും അല്ലെ. അപ്പൊ നമുക്കറിയാം MIT മൂസയിൽ ഒരു പാത്തുണ്ട്, ഓള് ഏത് PhD ഒക്കെ എടുത്ത് ഭയങ്കര വിദ്യാഭ്യാസമുള്ള ഒരു ലേഡിയാണ് അവര് എന്നിട്ട് അവരെ ഭാഷ തന്നെ എന്താ പറയാ നാടൻ ഭാഷയിൽ അവർ സംസാരിക്കുക. പക്ഷെ അവർക്ക് ഒരുപാട് ഫോളോവേഴ്സാ, ഭയങ്കര രസികം സംസാരാ. അപ്പൊ അവള് വിചാരിച്ചു ഞാൻ PhD എടുത്ത് ഏതെങ്കിലും ഓഫീസിൽ പോയി ഇരിക്കട്ടെ, അവർക്കായ പ്രിട്ടൻസ് അഭിനയ ഫീൽഡിലാണ് അവർക്കില്ലേ. അപ്പൊ ഞാൻ വിചാരിക്കും ഞാൻ അക്ബറിനെ പോലെ ആയിട്ടല്ലേ, സാക്കിർ നായിക്കിനെ പോലെ ആയിട്ട് ഇല്ലേ ഞാൻ പ്രസംഗിക്കുക എന്ന് വിചാരിച്ച എന്റെ പ്രസംഗം നടക്കുവോ? ഇല്ല, ഒരിക്കലല്ല. ഞാൻ ഒരു അക്ബറും ആവൂല, ഒരു സാക്കിർ നായിക്കും ആവില്ല, ഒരു നൗമാൻ അലി ഖാനും ആവൂല. ഞാൻ ഈ പാവങ്ങാട്ട മുംതസാണ്. അവിടെ നിന്നിട്ട് എനിക്ക് ബ്രൈറ്റൻ ചെയ്യാൻ പറ്റും, കഴിയുന്നത് മതി, എത്ര മതി എന്ന് വിചാരിച്ചത് കൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാനും ജീവിതത്തിൽ പകർത്താനും ഇൻഷാ അല്ലാഹ് വബില്ലാഹി തൗഫീഖ് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒരു കാര്യത്തിൽ ഓവർ പെർഫെക്ഷൻ നിങ്ങളും ആകരുത്, നിങ്ങളെ കുട്ടികളെയും അത് ശീലിപ്പിക്കരുത് അല്ലെ. ചിലർക്ക് ടോയ്ലറ്റ് പോകണമെങ്കിൽ ഒന്ന് കുളിക്കണമെങ്കിൽ ബെഡ്റൂമിന്റെ വാതിൽ ക്ലോസ് ചെയ്യണം, എന്നിട്ട് ഡ്രസ്സ് അതിന്റെ അകത്ത് ഊരിട്ട് ടോയ്ലറ്റ്. അപ്പൊ നിങ്ങൾ പുറത്ത് പബ്ലിക് ടോയ്ലറ്റ് എങ്ങനെ യൂസ് ചെയ്യും? മൂത്രം ഒഴിക്കാൻ മുട്ടിക്കഴിഞ്ഞാല് പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യണം, നിങ്ങൾക്ക് ഇങ്ങനെ വാതിലടക്കാൻ അവിടെ ബെഡ്റൂം ഉണ്ടാവുമോ? ഏറ്റവും വേണ്ടാത്ത ശീലങ്ങളൊക്കെ ഒരുപാടുണ്ട്, ഓവർ വൃത്തിന്റെ പേരും പറഞ്ഞിട്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സില്ലി മാറ്റേഴ്സിലൊന്നും ഒരുപാട് കോൺസെൻട്രേറ്റഡ് ആവാണ്ടിരിക്കുക എന്ന് വിചാരിച്ച ഒരു നല്ല മുന്തിയ മീൻ കൊണ്ടുവന്നു, അല്ലെങ്കിൽ നല്ല ബിരിയാണി വെക്കണം, അല്ലെങ്കിൽ നല്ല കറി വെക്കണം. അപ്പൊ അതൊക്കെ നമുക്ക് തന്നെ ചെയ്യാം. പെർഫെക്ഷൻ എല്ലാം വിചാരിച്ച് മോശമാക്കുകയും വേണ്ട അല്ലെ. ഇതൊക്കെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കുട്ടികളോട് പറയും ഞാൻ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പൊ ഇൻഷാ അല്ലാഹ് ബില്ലാഹി തൗഫീഖ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم اغفر لي ولوالدي وللمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. وعليكم السلام ورحمة الله وبركاته. جزاك الله ഹലോ ഹലോ റെക്കോർഡിംഗ് അസ്സലാമലൈക്കും. പിന്നെ ഇന്നലെ നിങ്ങളൊരു പ്രാർത്ഥനയുടെ ബുക്കിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഇപ്പൊ ഞാൻ ജസീറാനെ വിളിച്ച് ഓഫാക്കായിട്ടാ. ഓക്കെ. പ്രാർത്ഥനന്റെ ബുക്കും അതിന്റെ കൂടെ എന്റെ ബുക്കും അതിനെ കുറിച്ചുള്ള പിന്നെ വിശദ വിവരങ്ങളൊക്കെ ഞാൻ നാളെ ഒന്ന് പോസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പൊ ബുക്കിന് എത്ര പൈസയാണ് വരിക പ്രാർത്ഥനയുടെ? ഒറ്റ ബുക്കിന് 150 ആണ്, പിന്നെ അതിൽ 60 പിന്നെ അത് കൊറിയർ ചാർജ് ഉണ്ടാവും. അതിനിപ്പോ നമ്മളൊരു 3-4 ബുക്ക് വാങ്ങുകയാണെങ്കിൽ 60 ഉറുപ്പ്യ മതി. പക്ഷെ ഒറ്റ ബുക്കിന് 3-4 വാങ്ങുകയാണെങ്കിൽ 80 ഒക്കെ മതി. പക്ഷെ ഒന്ന് വാങ്ങുമ്പോ ഒന്നിന് 60. ഒരു 4 എത്ര പൈസ ആവും? 4 ബുക്കിന് എത്ര? 300, 600 പിന്നെ ഒരു 80, 680 അങ്ങനെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണേ 2-3 ആൾ ഒന്നിച്ച് വാങ്ങിയ കൊറിയർ ചാർജ് വെറുതെ അവർക്ക് കൊടുക്കണ്ടല്ലോ, അങ്ങനെ പറഞ്ഞതാണ്. ഞാൻ അതിന്റെ ഫുൾ ഡീറ്റെയിൽ ഇട്ട് തരും കേട്ടോ. അതില് വാട്സാപ്പ് നമ്പർ ഒരു വീഡിയോ ഇട്ടത്. ഈ ഗ്രൂപ്പിലിടുവോ? എല്ലാ ഗ്രൂപ്പിലിടും. ഞാൻ 4 ഗ്രൂപ്പിലുണ്ട്, എല്ലാത്തിലും ഇടും കേട്ടോ. ഷെയർ ചെയ്യുന്നു. പിന്നെ നിങ്ങളൊരു ഗ്രൂപ്പിൽ ആഡ് ആകണം കേട്ടോ. ആ ഗ്രൂപ്പിൽ അത് ബുക്ക് വാങ്ങി കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് അടിക്കുകയും ചെയ്യാം കേട്ടോ. ബുക്ക് ഗ്രൂപ്പിലുണ്ട്.
അല്ല ഞാനിപ്പോ അയച്ചോ നിങ്ങള് പൈസ തന്നോ കിട്ടിയോ എന്നൊക്കെ ഇപ്പൊ ഈ ഗ്രൂപ്പിൽ നമുക്ക് മിണ്ടാൻ പറ്റൂലോ. അപ്പൊ അതില് നമ്മള് ക്യാഷ് തന്നു അയച്ചു കിട്ടി എന്നും പറഞ്ഞ് നിങ്ങൾക്ക് ലെഫ്റ്റ് അടിച്ച് പോകാം. അങ്ങനത്തെ ഗ്രൂപ്പാണ്. അതുകൊണ്ട് അത് സ്ഥിരം നിൽക്കേണ്ട ഗ്രൂപ്പല്ല കേട്ടോ. ആയിക്കോട്ടെ. ഓക്കെ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നസീറാനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ബാങ്ക് കൊടുക്കാനായി. ഇത്ത വൈൻഡപ്പ് ചെയ്തോളൂ. എന്റെ ഓൾ കൊടുത്താൽ ഡിസ്മിസ് ആകുമല്ലോ. റെക്കോർഡിംഗും നിന്നോളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.